ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും നമ്മൾ ഒരുപാട് വേദികളിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. ഇവിടെ രാഷ്ട്രീയ പൗരപ്രമുഖരുണ്ട്, സയ്യിദന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, എൻ്റെ ബഹുമാന്യ സഹോദരിമാരുണ്ട്. ഞാൻ ഒന്ന് നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഈ വന്ന മണിക്കൂറുകൾ ഒരിക്കലും നിങ്ങൾക്ക് വെറുതാവില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയണ്ടായി, നമുക്കറിയാം നമ്മുടെ ലോകത്ത് നമ്മളെ ഏറ്റവും വലിയ പുണ്യമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും ആരാധനകളാണ്. നമ്മൾ ആരാധന ചെയ്യുന്ന സ്ഥലമാണ് ഏറ്റവും പുണ്യമായ സ്ഥലം. അതുപോലെയുള്ളൊരു പുണ്യമായ സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ എത്താൻ ഭാഗ്യമുണ്ടായിട്ടുള്ളത്. നമ്മൾ ആയിരക്കണക്കിന് ആളുകളോട് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ എത്ര പേരെത്തി പറഞ്ഞപ്പോൾ നൂറുകണക്കിന് 500 പേര്. ഞാൻ ഇതിന്റെ സംഘാടകരോട് പറഞ്ഞത് എനിക്ക് സംസാരിക്കാൻ ഒരു 300-400 ഉള്ളിൽ ആളുകളെ നിങ്ങളിവിടെ എത്തിച്ചേരണം. അപ്പോ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ വിശ്വാസം സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ ഏറ്റവും വലിയൊരു കേന്ദ്ര ബിന്ദുവാണ് മക്ക മദീന. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ദിവസങ്ങളോളം ഇരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പുണ്യം. നിങ്ങളുടെ സഹജീവിക്ക് വേണ്ടി ഒരു നേരത്തെ സമയം ചെലവഴിക്കാൻ, ഒരു ദിവസത്തെ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. ഒരു പാവപ്പെട്ട മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ഒരു മനുഷ്യർക്ക് ഏതൊക്കെ രീതിയിൽ സാധിക്കും അതിന് ഭാഗവാക്കാവുക. അത് സാമ്പത്തികമായിട്ടാവാം, ആ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടാവാം, ഈ കമ്മിറ്റിയോട് ചേർന്നിട്ടാവാം, നല്ലൊരു വാക്ക് പറഞ്ഞിട്ടാവാം, എൻ്റെ ഈ ലൈവ് കാണുന്ന ആളുകൾക്ക് അത് ഷെയർ ചെയ്തിട്ടാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രാസംഗികനല്ല, ഞാൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ചാരിറ്റി പ്രവർത്തകനുമല്ല. അപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ 40 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ദൗത്യം ഏറ്റെടുത്തത്? നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൽ ഓടി വന്നിട്ടുണ്ടാവും. എൻ്റെ നാട്ടില് ഈ ഇരിക്കുന്ന നൗഷാദ് ഉൾപ്പെടെ, ഇതിന്റെ കൺവീനർ ഷറഫുദ്ദീൻ ഉൾപ്പെടെ ഒരു പറ്റൻ ചെറുപ്പക്കാരാണ് മുന്നോട്ട് വന്നത്. എന്നോട് ആദ്യമായിട്ട് ഈ വിഷയം പറയുന്നത് ബഹുമാനായ എൻ്റെ പ്രിയ സുഹൃത്തും വലിയ പണ്ഡിതനുമായ കാസിം ഫൈസി കോതലോരാണ്. അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചാരിറ്റി നടത്തുന്ന വലിയ വലിയ ചാരിറ്റിക്കാർക്ക് വലിയ വലിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന നിങ്ങളെ നാട്ടുകാരനും കൂടിയായ ഷറഫുവിൻ്റെ സഹോദരനും കൂടിയായ ഷമീർ തിരൂരി എന്ന് ഞാൻ വിളിക്കുന്ന ആളാണ്. ഞാൻ സഫുവാനെ കാണാൻ വേണ്ടി നെൽപ്പറമ്പിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ കർണാടകയിലാണ്. എൻ്റെ നാട്ടുകാരനൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവനൊന്ന് പോയി കാണാണ്. പോത്തനൂർ അവൻ്റെ പെങ്ങളെ വീട്ടിൽ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എന്നോട് കാസിം ഫൈസി പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ക്രിസ്മസിന്റെ ഒരു തിരക്കിലാണ്. ഞാൻ ആരാണെന്ന് ആദ്യം പറഞ്ഞുതരാം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. റഫീഖ് നെഹൽ എന്നുള്ള പേരിൽ എന്നെ അറിയപ്പെടാം. ഞാൻ തിരുത്തി കാലടി പഞ്ചായത്തിന്റെ പഴയ 12ാം വാർഡിലും ഇപ്പോഴത്തെ 14ാം വാർഡിലും താമസിക്കുന്ന ഒരാളാണ്. എൻ്റെ നെഹൽ ഗ്രൂപ്പിന് 10-14 സ്ഥാപനങ്ങളുണ്ട്. അതിന് ആകെ ഒരു ഡയറക്ടർ ഞാൻ മാത്രമാണ്. ബാക്കിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ അതിൻ്റെ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ തൊഴിലാളികളോ, 100-ലേറെ തൊഴിലാളികൾ ഇന്ന് അൽഹംദുലില്ലാഹ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ഡയറക്ടർ എന്ന് മാത്രം എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ, എന്തൊരു സംഘത്തിലും ഒരു നേതാവ് ഉണ്ടായിരിക്കണം. നമുക്കറിയാം, സമാനമായ ഒരുപാട് കമ്മിറ്റികൾ കൊണ്ട് നടക്കുന്ന ആളുകളോട് ഇരിക്കുന്നുണ്ട്. അത് മാസങ്ങളോളം നീട്ടിക്കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. 40 ലക്ഷം, 50 ലക്ഷം, 60 ലക്ഷം ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് സമാനമായ നേരത്തെ കിഡ്നി ദാനം ചെയ്തു എന്ന് നമ്മളെ മെമ്പർ പറഞ്ഞ ആ കൃഷ്ണൻകുട്ടി എന്ന ആ കമ്മിറ്റിയുടെ കൺവീനർ അല്ലേ ബാബട്ട്, കൺവീനർ നമ്മൾ സലീംക്ക് അവിടെ ഉണ്ട്. അവര് 3-4 മാസം ഒരു 35 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി, എത്ര ലക്ഷം? 35 ലക്ഷം ഉണ്ടാക്കാൻ വേണ്ടി 3-4 മാസം മെനക്കെട്ട് പറ്റാതെ വന്നപ്പോൾ ഓൾ ഇന്നൊന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞത്, റഫീഖ് എൻ്റെ വീട്ടിൽ വന്നു അല്ലേ സലീംക്ക, ബാബുവേട്ടനൊക്കെ വീട്ടിൽ വന്നു. അപ്പം പറഞ്ഞ് നമ്മളും കൂടെ എത്തില്ല, റഫീഖ് വന്ന് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു 10-100 ആളെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് ഒരു സ്ഥലത്ത് വിളിച്ചിരുത്തിയത്. അവിടെ വന്ന് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നിങ്ങളെക്കാട്ടിയൊക്കെ അറിവ് കുറഞ്ഞ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ വെച്ചിട്ട് ഞങ്ങൾ 9 ലക്ഷത്തിൻ്റെ മേലെ, എത്ര ലക്ഷം? 9 ലക്ഷത്തിൻ്റെ മേലെ അവിടെ ഇരുന്ന് കളക്ട് ചെയ്യാൻ പറ്റി. അതാരും ബുദ്ധിമുട്ടിക്കാതെ.
അപ്പൊ നിങ്ങൾ വിചാരിക്കും റഫീഖിന്റെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കോ വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കും. അതല്ല, അതിന് തെരഞ്ഞെടുത്തത് തന്നെയാണ്. ദൈവം ഓരോ കാര്യത്തിന് ഓരോ ആളുകൾ തിരഞ്ഞെടുക്കും. ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മളോട് പറഞ്ഞയക്കുമ്പോൾ നമ്മളൊരു പക്ഷേ നമ്മുടെ പ്രസ്ഥാനത്തിലെ ലീഡറായിരിക്കാം. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് കുടുംബങ്ങളെ മാത്രം കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ആളുകളായി മാറാൻ പാടില്ല. നമുക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് ബാധ്യതകളുണ്ട്. ഇനി ഞാൻ സഫ്വാന്റെ കാര്യത്തിലേക്ക് വരാം. അങ്ങനെ തിരൂർ ഷമീർ എന്നോട് പറഞ്ഞപ്പോൾ ഷമീറിനോട് പറഞ്ഞു, റഫീഖ, ഇത് വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ നാട്ടുകാരനും എൻ്റെ കൂട്ടുകാരനും കൂടിയാണ് ഈ സഫ്വാൻ. അതുകൊണ്ട് ഓൻ്റെ കുടുംബത്തിൻ്റെ ദയനീയത പുറത്തേക്ക് കാണാൻ പാടില്ല, പുറത്തേക്ക് അത് വിടാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങൾ അതിൻ്റെ മുന്നിൽ നിന്ന് നയിച്ചാൽ എന്തായാലും എൻ്റെ നാട് അത് സഹായിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ പോയിട്ട് വരിയെന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിക്കുന്നത് ഈ നൗഷാദ് പറഞ്ഞ ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. കോർഡിനേറ്റർ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഒരു കോള് അടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വിഷയം ഏതാണെന്നുള്ളത്. അപ്പം ഞാൻ അവൻ്റെ കോൾ വന്ന് സംസാരിച്ചപ്പോൾ നൗഷാദ് എന്നോട് പറഞ്ഞത്, ഷമീർ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, നിങ്ങളൊന്ന് കാണണം, നിങ്ങൾ വീട്ടിൽ എപ്പോഴാണ് ഉണ്ടാവുക, അവിടെ ഒന്ന് കാണാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച നൗഷാദ് ഒരു 1-2 കൂട്ടുകാരാവുന്ന വരാന്നുള്ളത്. അപ്പം അവർ വരുന്നത് 2 വണ്ടി ഫുള്ളായിട്ടുള്ള ആളുകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ക്രിസ്മസ് മാസം, നമുക്കറിയാലോ, ഒരു ബേക്കറിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ത്യൻ ബേക്കറിന്റെ റസാക്ക് ഭായൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു ബേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ന്യൂ ഇയറും ക്രിസ്മസും വരുമ്പോൾ ഇതുപോലത്തെ ഒരു കമ്മിറ്റിയെ നയിച്ച് ചെയർമാനാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതൊരു സാധ്യമായ കാര്യമല്ല. പിന്നെ എന്തിനിത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളെ കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ പറ്റിയാൽ നാളെ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. ഈ ഇരിക്കുന്ന ആളുകൾ നാളെ എൻ്റെ ഉമ്മ മരണപ്പെട്ടാലും മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങൾ എത്തും. അതല്ല, നാളെ ഞാൻ മരിക്കുമ്പോൾ ആ എൻ്റെ മയ്യത്തിൻ്റെ കട്ടിലിൻ്റെ തലൊന്ന് പിടിക്കാൻ നിങ്ങൾ എത്തും എന്നല്ലാതെ ഇതിൻ്റെ പേരിൽ ഒരു കട്ടൻ ചായ വാങ്ങി കുടിച്ചു റഫീഖ് നെഹ്ലി എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരില്ല. അങ്ങനെ കേട്ടാൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. എൻ്റെ ആദ്യത്തെ വാക്കാണ്. അതിൻ്റെ പേരിൽ ഒരു പെട്രോൾ അടിച്ച് യാത്ര ചെയ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഞാൻ എത്ര ഉറപ്പിച്ചത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ സമാനമായ 6-7 കമ്മിറ്റികൾ കൈകാര്യം ചെയ്തിട്ടുള്ള അതിൻ്റെ ഒക്കെ ചെയർമാൻ ഞാനായിരുന്നു. അതും പല നാട്ടിൽ പോയിട്ടില്ല, എൻ്റെ പഞ്ചായത്തിൽ, എൻ്റെ മണ്ഡലത്തിൽ. ആദ്യമായിട്ട് ഞാൻ ഈ ചെയർമാൻ സ്ഥാനത്ത് വരുന്നത് ഗഫൂർ എന്ന ചെറുപ്പക്കാരനുണ്ട്. ഇവരെ പോലെ എൻ്റെ കൂട്ടുകാരന് കിഡ്നി രോഗം വന്നപ്പോൾ ആരും ഏറ്റെടുക്കാതെ വന്നപ്പോൾ ഞാൻ തന്നെ അവരെ വീട്ടിൽ കയറി പോയിട്ട് അതിന് സംവിധാനം കണ്ടു. എൻ്റെ നാട്ടിലെ ആളുകളെ മുഴുവൻ വിളിച്ചു കൂട്ടി കമ്മിറ്റി ഉണ്ടാക്കി. അന്നത്തെ പ്രഗത്ഭനായ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തെ കൊടുന്ന് വീഡിയോ ചെയ്യിപ്പിച്ച് ഒരാഴ്ച കൊണ്ട് 85 ലക്ഷം രൂപ കളക്ട് ചെയ്തു. 35 ലക്ഷം പൊതുസമൂഹത്തോട് ചോദിച്ചപ്പോൾ 85 ലക്ഷം രൂപ തന്നു. അത് സമാനമായ രോഗിക്ക് എക്സസ് ഫണ്ട് കൊടുത്തിട്ട് ബാക്കി അവൻ്റെ ചികിത്സക്കും, വീടില്ലാത്ത അവനക്കൊരു വീടും വെച്ച് അത് വിവാദങ്ങളില്ലാതെ അവസാനിപ്പിച്ചു. രണ്ടാമത് എൻ്റെ പ്രസ്ഥാനമായ നെഹൽ ബേക്സിൻ്റെ തൊട്ടടുത്ത ബേക്കിൽ താമസിക്കുന്ന സുബൈബ എന്ന പൊന്നുമോള്, വെറും 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പൈതലുള്ള കുട്ടിയുടെ കിഡ്നി മാറ്റിക്കാൻ വേണ്ടി ആ കമ്മിറ്റിയുടെ ചെയർമാൻ, ആ നാട്ടുകാരെ എന്നെ കൊണ്ടുപോയാക്കി. ഷമീർ കുന്നമംഗലത്തുള്ള ബന്ധം കണ്ട് അദ്ദേഹത്തെ കൊടുന്നു 1,05,00,000 രൂപ 8 ദിവസം കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റി. മൂന്നാമത്തെ കേസ് നമ്മൾ ലഘുവായിട്ട് പറയാം, ഇതിനൊരു ചരിത്രങ്ങൾ ഒരുപാട് പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. മൂന്നാമത്തെ കേസ് വരുന്നത് കച്ചേരി പറമ്പിൽ ബഹുമാനായ അൻവർ തങ്ങളുടെ നാട്ടില് സഫ്വാൻ എന്ന ഇതേ പേരുള്ള ചെറുപ്പക്കാരന് ബ്ലഡ് ക്യാൻസർ വന്നിട്ട് 15 ദിവസം കൊണ്ട് ഓപ്പറേഷൻ നടത്താൻ 45 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞ് രാജഗിരി ഹോസ്പിറ്റലിൽ എറണാകുളത്ത് കിടക്കുന്ന സമയത്ത് ആ നാട് എന്നെ വിളിക്കുക. ഈ മറ്റേ എക്സ്പീരിയൻസ്, സുബൈബമോളെ എക്സ്പീരിയൻസ്, രണ്ടും ഒരു മഹലിലാണ്, ഒരു വാർഡിലുമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് വീഡിയോ ചെയ്യാൻ ഞാനൊരു ചാരിറ്റി പ്രവർത്തകനല്ല, എന്നെ ജനങ്ങൾ അറിയില്ല, എനിക്ക് ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് ഇല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഇല്ല. എന്നാലും നിങ്ങൾ ചെയർമാനായി നിന്നാൽ, നിങ്ങൾ സുതാര്യനാണ് എന്ന് ഞങ്ങൾക്കറിയാം, ചെയർമാനായി നിന്നാൽ അത് കണ്ടെത്താൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ട് എന്ന് ഇവിടുത്തെ പിള്ളേർ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ഒരു പറ്റ ചെറുപ്പക്കാർ വന്നപ്പോൾ ഇതേപോലത്തെ ഒരു മീറ്റിംഗ് 200 ആളെ വെച്ച് ഞാൻ വിളിച്ചു. 17 ദിവസം കൊണ്ട് 55-60 ലക്ഷം രൂപ. നാട്ടുകൂട്ടം കൂട്ടായ്മ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കണം. കച്ചേരി പറമ്പിലുള്ള നാട്ടുകൂട്ടം കൂട്ടായ്മ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിനിധികൾ ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ അവരൊന്ന് കൈപൊക്കിയാ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ 17 ദിവസം കൊണ്ട് ഒരു വീഡിയോ പോലും ചെയ്യാതെ നമ്മളെ നാട്ടിലെ പ്രശ്നം നമ്മൾ പരിഹരിച്ചെന്നല്ല, ഞാനല്ല, കൂട്ടമായിട്ട് സമൂഹം പരിഹരിച്ചെന്നല്ല. അതിനൊക്കെ എന്ത് വേണം? നമുക്കൊരു ലീഡർ ഉണ്ടാവണം. ആ ലീഡറെ കൂടെ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യണം. നമ്മൾ സാധാരണ കണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഷാജി കാളിയത്ത് ഇവിടെ ഉണ്ട്. അദ്ദേഹം
കോൺഗ്രസിന്റെ വലിയ നേതാവാണ്. അദ്ദേഹത്തെ പിടിച്ച് എന്താക്കും? ചെയർമാനാകും. നേരെ പിടിച്ച് ബാബുവേട്ടനെ പിടിച്ച് കൺവീനറാകും. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളെ പിടിച്ച് ചെയർമാനാക്കും. അത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താണ്, അവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. മൂന്നാളും നാലാളും പ്രഗത്ഭരാണ്. ആ പ്രഗത്ഭരാകുമ്പോൾ തീരുമാനം അവിടെ ജയിക്കും. അതാ ഞാൻ പറഞ്ഞ അലാവുദ്ദീനും അലൂദിന്റെ വിളക്കല്ല. ഇത് അതിന്റെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്താൽ അവർക്ക് തന്നെ അറിയാം. ഇവര് എൻ്റെ വീട്ടിൽ 22 പേരോ അല്ലെങ്കിൽ 18 പേരോ എന്നെ കാണാൻ വന്ന് അവര് വരുമ്പോ എന്നോട് പറഞ്ഞ് ഞങ്ങൾ പെരുവയിലാണ് 3 മാസക്കാലമായിട്ട് സഫ്വാനെ ഞങ്ങൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ലക്ഷം രൂപ ഉണ്ടാക്കി? 1.5 ലക്ഷം രൂപ ഫസ്റ്റ് ചെലവായത്. ഫസ്റ്റ് 1.5 ലക്ഷം രൂപ ചെലവായി. ഇനി ഡയാലിസിസ് തുടരണം മിംസ് ഹോസ്പിറ്റലിൽ. അതുകൊണ്ട് ഞങ്ങൾ പകച്ചു നിൽക്കുകയാണ്, ഞങ്ങളുടെ മുന്നിൽ ഒരു മാർഗമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ, നിങ്ങൾ ഈഗോ വർക്കൗട്ട് ചെയ്യാതെ എൻ്റെ കൂടെ നിൽക്കുമെന്ന് വെച്ച് ഒന്നാമത്തെ സ്റ്റെപ്പ് അവർ അംഗീകരിച്ച്. ഞാൻ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് അവരോട് സംസാരിച്ചപ്പോൾ അവരെല്ലാം ഏറ്റെടുത്തു. ഈ നിമിഷം വരെ നമ്മൾ പറഞ്ഞ എല്ലാ വർക്കുകളും അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങനെയായിരിക്കണം ഒരു നാട്ടിലെ കമ്മിറ്റി. ഓരോ മനസ്സോടു കൂടി തോളോട് തോൾ ചേർത്ത് പ്രവർത്തിച്ചു. ഈ നിമിഷം വരെ അവർ പൂർത്തീകരിച്ചു. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ മീറ്റിംഗ് മദ്രസയിൽ ചേർന്നു, കമ്മിറ്റി ഫോം ചെയ്തു. കമ്മിറ്റി വന്നു. അതിനുശേഷം ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ വെച്ച് മീറ്റിംഗ് ചേർന്നു. എൻ്റെ വീട്ടിലേക്ക് അവർ വരാനുള്ള കാരണം, മിനിയാന്ന് എൻ്റെ ചെറിയ അമ്മാവൻ, വെറും 52 വയസ്സ് മാത്രം, എന്നെക്കാൾ 8 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ അമ്മാവൻ പെട്ടെന്ന് കുഴഞ്ഞു വീണ് അല്ലെങ്കിൽ അറ്റാക്കായിട്ട് മരണപ്പെടാം. അദ്ദേഹം ആരായിരുന്നു? നമ്മുടെ നാട്ടിൽ വരെ ഈ തുപ്പാലൂരും ഈ തവനൂരിന്റെ പല ഭാഗങ്ങളിലും മലപ്പുറം ജില്ലയിലെ മാണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ കർഷകനാണ്. തിരുനാവായ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കർഷകനുള്ള അവാർഡ് 5 തവണ 6 തവണ വാങ്ങിയിട്ടുള്ള ഒരാളാണ്. മരണപ്പെടുന്ന സമയത്ത് 12 ഏക്കർ കൃഷിയാണ് അദ്ദേഹം വിവിധ മലപ്പുറം ജില്ലയുടെ ഈ ഭാഗങ്ങൾ, തിരുനാവായ ഭാഗങ്ങൾ ഉൾപ്പെടെ ഇവിടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ കൊണ്ടുപോകാൻ പറ്റിയത്? നമ്മൾ ഈ ഭൂമിയുടെ മുകളിലൊക്കെ ഇങ്ങനെ പല കളർ ഡ്രസ്സ് ഇട്ട് പല രീതിയിൽ അഹങ്കാരത്തോടു കൂടിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും തിരിച്ചു പോകുന്നത് ഒരു വൈറ്റ് ഡ്രസ്സിന് മാത്രമാണ്. 3 കഷ്ണം വെള്ള തുണിയിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അതിന്റെ മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ പകരം കിട്ടാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇത് മാത്രമാണ്. ബാക്കി നമ്മൾ നിസ്കാരം പടച്ചോൻ സ്വീകരിക്കുന്ന ഒരു ഉറപ്പില്ല. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ പടച്ചോൻ സ്വീകരിക്കുന്നത് നമുക്ക് യാതൊരു ഉറപ്പില്ല. ഉറപ്പുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സദസ്സുകൾ വന്നിരുന്നതും ഇതിനു വേണ്ടി 10 രൂപ നിങ്ങൾ കൊടുക്കുന്ന 10 രൂപയും ഇതിനു വേണ്ടി നിങ്ങൾ കൂട്ടമായി ഇവിടുത്തെ കൂട്ടായ്മകൾ ഒരുപാട് ഇവിടെ ഉണ്ട്. ആ കൂട്ടായ്മകൾ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഈ കമ്മിറ്റിയുടെ കൂടെ ചേർത്ത് നിന്നാൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാണ്, 23 ദിവസം കൊണ്ട് ഇതേപോലത്തെ ഒരു ഞായറാഴ്ച ജനുവരി 5-ാം തീയതി ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ദൈവത്തിന്റെ അപാരമായ കഴിവ് കൊണ്ട് നമ്മൾ 40 ലക്ഷം രൂപ മറികടക്കും. എൻ്റെ ബാങ്കില് ബൽക്കിസ്ഥാന കാലടി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇരിക്കുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് ഇവിടെ വരാനുള്ള കാരണം 10-20 ദിവസം മുമ്പ്, ഒരു മാസം മുമ്പ് എൻ്റെ നാട്ടിലെ ഒരു ഓട്ടോറിക്ഷ അതിന് മുമ്പ് തട്ടിയിട്ട് ഭിത്തിയിൽ പോയി ഇടിച്ച് കുടല് പുറത്തു വന്നിക്ക അല്ലേ? അതുപോലത്തെ അവയവങ്ങൾ പുറത്തു വന്നിട്ട് ചികിത്സ തേടുന്ന ഒരു മുജീബ് നവര് മുത്തു സൈദലവി എന്ന പേര് ഉള്ള ഒരാള് ഉണ്ട്. അപ്പൊ അതിന് ദിലീഷ് മെമ്പർ എന്നെ മുമ്പ് വിളിച്ചിട്ട് ഞാനതിന് സഹായിച്ചതാണ്. എന്നെ മുമ്പ് സഹായിക്കുന്നതിന് പരിധിയില്ല. പിന്നെ എന്നോട് വിളിച്ചത് നിങ്ങളൊന്ന് വരണം, നിങ്ങൾ വന്നിട്ട് ഇതിനൊന്ന് നേതൃത്വം കൊടുക്കണം. 9 ലക്ഷം രൂപ മാത്രം. പ്രമുഖരുള്ള നാടല്ലേ, നമുക്കറിയില്ല. പോത്തന്നൂർ അവിടെ സ്ഥലം കാസിമൈശൊക്കെ, ചെറുതാക്കി പറയില്ല, കാസിമൈശൊക്കെ നാട്ടിലുള്ള ആളാണ്. 9 ലക്ഷം രൂപയാണ് റഫീഖ് ഭായി വേണ്ടത്, നിങ്ങളൊന്ന് വന്നാൽ നേതൃത്വം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബൽക്കിസ് ഇത്തിരി കൂടി ചെറുതാക്കില്ല. ഞാൻ പറഞ്ഞു പറ്റാത്ത ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനമൊക്കെ ഞാൻ നിർത്തി വരികയാണ്. എന്താന്ന് വെച്ചാൽ ഫേസ്ബുക്കിന്റെ അടിയിൽ വന്നിട്ട് എൻ്റെ നെഹൽ ബേക്സ് ഒക്കെ ചായക്കുമീന്ന് അടിച്ചു മാറ്റിയാന്ന് വരെ കമന്റുകളുണ്ട്. എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേലിൽ ആ പ്രവർത്തനത്തിന് റഫീഖ് നിങ്ങൾ ഇവിടുന്ന് പോരുത്. എനിക്കാണെങ്കിൽ ഇനി വാപ്പിയുമായിട്ട് എൻ്റെ അമ്മ 70 വയസ്സ് പ്രായമുള്ള സഫ്വാന്റെ പോലെ കിഡ്നി രോഗം ബാധിച്ചൊരു ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പോരുത് എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും എൻ്റെ മനസ്സനുവദിച്ചില്ല. എൻ്റെ സമയം ഞാൻ പറഞ്ഞു ബൽക്കിസ് ഒരു കാര്യം ചെയ്യും, എൻ്റെ സീനിയറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് 200 പേരെ നിങ്ങളുടെ നാട്ടിലൊന്ന് വിളിച്ചു കൂട്ടിയാൽ. ആ നിർദ്ദേശം ബൽക്കിസ് കമ്മിറ്റിയിൽ കൊണ്ടുപോയി വെച്ചു. കമ്മിറ്റിയിലെ പ്രമുഖർ പറഞ്ഞ് നമുക്കൊന്ന് നോക്കുക, നമ്മളൊന്ന് പിരിച്ചു നോക്കുക, എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആലോചിച്ചാൽ മതി. അവിടെ എന്താ വർക്കൗട്ട് ചെയ്തേ? നിങ്ങൾ പറയും. ഈഗോ വർക്കൗട്ട് ചെയ്തില്ലേ? സംശയമില്ലല്ലോ. ഒരാളൊരു നല്ല വഴി പറഞ്ഞാൽ അത് ആര് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു നല്ല വഴി നമ്മൾ പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു മനസ്സ്
ജനങ്ങൾക്കിടയിൽ ഉണ്ടാവണം. അപ്പൊ എന്തായി, ഇതുവരെ അവർ പിരിച്ചു 3.25 ലക്ഷം രൂപയെ ആയിട്ടുള്ളൂ. ഇനി അവർക്ക് എത്ര ലക്ഷം രൂപ വേണം? 5 ലക്ഷം രൂപ വേണം. ആരാ നേതൃത്വം കൊടുക്കുന്നത്? ആ നാട്ടിലെ പ്രധാന, ഞാൻ ആരും ചെറുതാക്കല്ല, മനസ്സിലായിട്ടുണ്ടോ? അങ്ങനത്തെ സ്ഥലത്താണ് അതേ പോത്തലൂരിന്റെ അടുത്ത പ്രദേശത്ത് നമ്മൾ 40 രൂപ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മെനക്കെടുന്നത്. 40 ലക്ഷം രൂപ. അപ്പൊ ഞാൻ വർഗീസത്തിന് ഇന്നലെ വിളിച്ചു പറഞ്ഞു, ഈശ്വരൻ അങ്ങനത്തെ ഒരു കമ്മിറ്റി എടുക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല റഫീഖെ, എന്നാ ആ പയ്യനെ അറിയാം, എന്റെ അടുത്ത താമസിക്കുന്നത് പോത്തനൂരാണ്, അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് ആ സദസ്സിൽ വരണം. ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ 40 ലക്ഷം രൂപ കഴിഞ്ഞ് 5-4 ലക്ഷം രൂപ ആ രോഗിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ആ പൊതുസമൂഹത്തോട് നമുക്ക് ചോദിക്കാം. എന്നാൽ നമുക്ക് 2 രോഗിനെ രക്ഷപ്പെടുത്താം. ഒരു വെടിക്ക് 2 മെഷീൻ എന്ന പോലെ. അതേപോലെ നിങ്ങൾ കടന്നു വരുന്നതിന്റെ മുമ്പ് ഒരു സഹോദരൻ എനിക്ക് വോയിസ് അയച്ചു, റഫീഖ് നിങ്ങള് കഴിഞ്ഞു പോയ നിങ്ങൾ 5-6 പ്രവർത്തനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതിനൊക്കെ നിങ്ങളെ പ്രവർത്തനങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് കാണാൻ, നിങ്ങളുടെ കൂടെ ആ വേദിയിൽ വന്നിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് കഴിയാത്തത് എനിക്ക് 2 കാലിനും സ്വാധീനമില്ല. അതിന്റെ പേര് ഗഫൂർ എന്ന ചെറുപ്പക്കാരനാണ്, നടക്കാവിൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്കൊരു പുറത്തിറങ്ങാന് ഒരു ഇലക്ട്രിക് വാഹനം തന്നാൽ, ആ നടക്കുന്ന സാധനത്തിന്റെ ഒരു പേരുണ്ടല്ലോ, അത് തന്നാൽ എനിക്കൊന്ന് വെളിച്ചം കാണാമായിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ ആ കുടുംബത്തിന് വാങ്ങിക്കൊടുക്കാൻ കഴിയും, അവർക്ക് ആ കുടുംബക്കാർക്ക് വാങ്ങിക്കൊടുക്കാം. പക്ഷെ അദ്ദേഹം ഇതുവരെ ആവശ്യപ്പെട്ടാൽ കിട്ടിയില്ല. അതും എൻ്റെ നെഞ്ചിലെ ഒരു കനലാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ. ഈ 2 കേസും നമുക്ക് ഏറ്റെടുത്ത് സഫ്വാനെ 40 ലക്ഷം രൂപ കൊടുത്ത് ഭദ്രതാക്കണം. ആ ഒരു നെയ്യത്തിൽ വേണം നിങ്ങൾ ഓരോരുത്തരോട് ഇറങ്ങിപ്പോവാനെ. ഈ പ്രോഗ്രാം കഴിയുന്നതിന് മുമ്പ് ഒരാള് പോലും ഇവിടെ നീച്ചു പോരുത്. ഇവിടെ ആശംസ പറയാനുള്ള ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ പറയും. പക്ഷെ അത് അപ്പൊ ഫുള്ള് ഇരിക്കണം. ഇതിന്റെ ഈ ഫണ്ട് കളക്ഷന്റെ ആ ഒരു റൈസ് രീതി ഞാൻ പറയുന്നത് വരെ, അത് കഴിയുന്നത് വരെ എൻ്റെ പ്രിയപ്പെട്ട ഈ നിൽക്കുന്ന സഹോദരങ്ങളൊന്നും പോരുത്. ഈ സദസ്സിനെ നിങ്ങൾ മാനിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ വലിയ പ്രാസംഗികനല്ല, എന്നെ ദൈവം ഇവിടെ എത്തിച്ചതാണ്. എന്നെക്കാട്ടിൽ കഴിവുള്ള ആളുകൾ ബാക്കിലുണ്ട്, ഫ്രണ്ടിലുണ്ട്. പക്ഷെ പടച്ചോൻ തെരഞ്ഞെടുത്തതില്ല. എൻ്റെ പേരിൽ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. എൻ്റെ 23 ദിവസം എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്യുമെന്ന് കമ്മിറ്റിക്കാർക്ക് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അമ്മാവ മരണപ്പെട്ടത് കൃഷിക്കാരനായ അമ്മാവ സ്ഥിരമായി ഞങ്ങളെ മതത്തിൽ പറയും, നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണോ അത് നല്ല പ്രവൃത്തി ആയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നാലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റുന്നതാണ് അല്ലെ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആ പ്രവൃത്തിയിലായിരിക്കും ആ മനുഷ്യന്റെ മരണം. എൻ്റെ അമ്മാവ് രാവിലെ പോയിട്ട് ബാക്കിലുള്ള 1.5 ഏക്കർ വെറ്റില കൃഷിയിൽ വെറ്റിലേക്ക് വളരുന്ന സമയത്ത് 5:30 മണിക്ക് അവിടെ വെച്ച് മരണപ്പെടാം. വളരുന്ന ആള് പിന്നെ ചെന്ന് നോക്കുമ്പോൾ ഒരു കസാലയിൽ ഇരിക്കുന്നതാണ്. ബാങ്ക് കൊടുക്കാൻ നേരത്തെ കയറി വരാത്ത കണ്ടപ്പോൾ അമ്മായി ഓടിപ്പോയി നോക്കുമ്പോൾ അയൽവാസികൾ ചെന്ന് നോക്കുമ്പോൾ ശരീരം മൊത്തം വളമായിട്ട് കിടന്ന് ഇരുന്ന് മരിച്ച രീതിയിലാണ്. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. അള്ളാഹു അദ്ദേഹത്തിന്റെ മർഹമത്ത് കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ, മാമന്റെ മക്കൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സഫ്വാൻ എന്ന ചെറുപ്പക്കാരൻ വെറും 32 വയസ്സ് മാത്രമേ ഉള്ളൂ. അവനെ നമ്മൾ ഡയാലിസിസ് ചെയ്ത് അവനെ രോഗിയാക്കി 4 ചുമരിൻ്റെ ഉള്ളിൽ ഇരുത്തണോ, അതല്ല അവനെ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെച്ച് നമ്മുടെ ഇടയിൽ ജീവിക്കണോ എന്ന് തീരുമാനം എടുക്കേണ്ട നിർണായക ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഞാൻ ആരും ഇവിടെ എത്തി ബുദ്ധിമുട്ടിക്കൂല. നിങ്ങൾ ആരും പൈസ കൊണ്ട് സമ്പന്നരല്ല, വളരെ പാവപ്പെട്ട ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇനി സമ്പന്നരെ കാളിയത്തിനെ പോലത്തെ ആളുകൾ ഉണ്ടെങ്കിൽ പോലും 100 കണക്കിന് പിരിവുകളാണ് അദ്ദേഹത്തിനോ അതുപോലെ തന്നെ നമ്മളെ റഷീദക്ക ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വരുന്നത്. ഇന്ന് കമ്മിറ്റി ചേരുമ്പോൾ എന്നോട് റഷീദക്ക പറഞ്ഞ നാളെ രാവിലെ പോവാണ്, കഴിഞ്ഞ കമ്മിറ്റി ഉണ്ടാകുമ്പോൾ അദ്ദേഹം തിരിച്ച് ഇന്നലെ ഇവിടെ എത്തി. ഇങ്ങനെയുള്ള ചെറുപ്പക്കാരാണ് നമ്മളെ കൂടെ ഉള്ളത്. അതൊക്കെ ഒരു ആവേശമാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ കൃത്യമായി കേട്ട് സ്വീകരിച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ 5-6 കമ്മിറ്റി ഇവിടെ നടന്ന് അവസാനമായിട്ട് ഞാൻ ചെയ്തത് സമ്മതി എന്ന ചെറുപ്പക്കാരൻ പാറപ്പുറത്തുള്ള സമ്മതിന് വേണ്ടിയിട്ടാണ്. അതെനിക്ക് വീഡിയോ ചെയ്യേണ്ടി വന്നു. ആ വീഡിയോ ചെയ്തപ്പോൾ അതിൽ 39,29,652 രൂപ 26 ദിവസം കൊണ്ട് വന്നു. ഇനി എനിക്ക് വീഡിയോ ചെയ്യാൻ ഒരിക്കലും ആവില്ല. ഒരു സഫ്വാന്റെ ആ പിഞ്ചു 2 മക്കളെയും ഉമ്മാന്റെയും ഭാര്യയുടെയും കരച്ചിൽ പൊതുസമൂഹം കേൾക്കണം.
അതല്ല കേൾക്കാതെ അവനെ നമ്മളെ ഭദ്രമാക്കണ്ടോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ ഇരുന്നിട്ടുള്ളത്. സഫ്വാനെ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ ഇറക്കണോ ഇറക്കണ്ടേ? നിങ്ങളെ തീരുമാനം എന്താ? അതൊന്നും നിങ്ങൾ പറഞ്ഞാൽ വേണ്ട. സഫ്വാന്റെ കുടുംബത്തിനെ നമ്മൾ ഒരിക്കലും പൊതുസമൂഹത്തെ കാണിക്കണ്ടല്ലോ, വേണ്ടല്ലോ. അത് കാണിച്ചാലുള്ള പ്രശ്നം എന്താണ്? ഒരു പക്ഷേ സഫ്വാന്റെ ദയനീയത കൊണ്ട് ആ ഉമ്മാക്ക് ആ മകനെ നഷ്ടപ്പെടും എന്നുള്ള പേടി കൊണ്ട് ആ ഉമ്മ കരഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ മുന്നിൽ വീഡിയോന്റെ മുന്നിൽ വരും. പക്ഷെ അവനക്ക് ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. അവനക്ക് 2 അളിയന്മാരുണ്ട്, അവർക്ക് മൂത്താപ്പാരുണ്ട്. അവരൊക്കെ ഒരുപാട് മാനസികമായി പ്രയാസപ്പെടും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളെ നാടുകളിലും ഓരോ പഞ്ചായത്തുകളും ഇതുപോലെ ഒന്ന് ഒത്തുചേരി ഈ തവനൂരിന്റെ മണ്ണ് അല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ പൊന്നാനിയുടെ മണ്ണ്, ഈ ബോർഡറായി നിൽക്കുന്ന ഈശ്വരമംഗലം എന്നുള്ള നാട് അതിന് മാതൃക ആവട്ടെ. കാലടി മാതൃക ആയ പോലെ, കച്ചേരിപ്പറമ്പ് മാതൃക ആയ പോലെ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇതുപോലുള്ള നാടുകൾക്ക് ഒരു സ്വിച്ചിലൂടെ ഷെയർ ചെയ്തിട്ട് മറ്റൊരുത്തന്റെ ഫണ്ടിലൂടെ ആ രോഗി രക്ഷപ്പെടണം, അതല്ല നമ്മളെല്ലാവരും കൈകോർത്ത് നിന്ന് രക്ഷപ്പെടണം എന്നുള്ളത്. നമ്മൾ വെറും ഈ QR കോഡ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ QR കോഡ് ഇവിടെ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ GPay നമ്പറും ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതോട് കൂടി ഇതിലേക്ക് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് ഫണ്ട് അയക്കാം. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അവർ ഫണ്ട് അയക്കല്ലോ എന്ന് വെച്ച് കയ്യും കെട്ടി കാത്തിരുന്നാൽ ഒരിക്കലും ഫണ്ടാവൂല. പ്രതികൂല സാഹചര്യത്തിലുള്ളത് 100 കണക്കിന് വീഡിയോ ആണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഫാസിൽ മോൻ എന്ന ഒരു പൊന്നുമോന് വേണ്ടിയിട്ട് ഇപ്പോൾ അഡ്വക്കേറ്റ് ഷമീർ കുന്നമരം 3 കോടി രൂപ ചോദിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ല് നുറുങ്ങിപ്പോണ ഒരു രോഗമാണ്. ഇപ്പോൾ വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള സ്കൂളിലേക്ക് സ്കൂട്ടിയിലാണ് അവന്റെ മാതാവ് അവനെ കൊണ്ടുപോകുന്നത്. അതേപോലെ സ്കൂട്ടിൽ എടുത്ത് കയറ്റിട്ടാണ് തിരിച്ചും കൊണ്ടുവരുന്നത്. ആ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതുവരെ ഫണ്ടായിട്ടില്ല. 1 കോടി രൂപ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയുന്നത്? രാവും പകലും ഇല്ലാതെ ആ കമ്മിറ്റിക്കാരെ കൂടെ മീൻ മാർക്കറ്റിലും കോഴിക്കോട് മാർക്കറ്റ്, കൊണ്ടോട്ടി മാർക്കറ്റിലൊക്കെ നടന്നിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇവന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഇവന്റെ ഒരു രൂപം നമ്മൾ ഫേസ്ബുക്കിലൂടെ വിട്ടാൽ ഫണ്ടാവും എന്ന് നമ്മൾ ആരും കരുതണ്ട. അപ്പൊ ഫണ്ട് എങ്ങനെയാണ് ആവേണ്ടത്? ആദ്യം നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അതൊന്ന് ഏറ്റെടുക്കും. അപ്പൊ നിങ്ങൾ പറയും, നിങ്ങൾ 10-14 നെഹൽബേക്സ് ഉള്ള ആളല്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. ഞാൻ എത്ര ആൾക്ക് ചെയ്യും? എത്ര ആളുകൾ എന്റെ മുന്നിൽ വരും? അപ്പൊ അങ്ങനെയല്ല. ഞാനിവിടെ നിങ്ങളെ മുന്നിൽ വെക്കുന്നത് 25,000 രൂപന്റെ ചലഞ്ചാണ്. ഈ 25,000 രൂപന്റെ ചലഞ്ച് ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുമ്പോൾ 23 ദിവസമാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ആ ചലഞ്ച് നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഈ മൊബൈലില് ഏറ്റവും കൂടുതൽ നമ്മൾ ഒഴിവ് സമയങ്ങളിലും ഉറങ്ങിണീറ്റാൽ നമ്മുടെ കയ്യിൽ മൊബൈലാണ്. ബാത്റൂമിൽ പോകുമ്പോൾ വരെ നമ്മളെ കയ്യിൽ മൊബൈലാണ്. നമുക്കൊരു അസ്വസ്ഥത ആവും. നമ്മളെല്ലാവരും അസ്വസ്ഥത ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് നമ്മുടെ മൊബൈൽ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണ്. ചില ആളുകൾക്ക് മക്കളെ 2 മണിക്കൂർ കാണാതായാൽ പോലും അസ്വസ്ഥത ഉണ്ടാവില്ല. ഓകൊണ്ട് വന്നോളും എന്ന് പറയും. പക്ഷെ ഈ സാധനം ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസം ഇല്ലല്ലോ. അവൻ കണ്ട് വന്നോളൂ, സ്ഥിരം വരുന്നത്. ഈ മൊബൈൽ ഒരു 1/2 മണിക്കൂർ നമ്മളെ കയ്യിൽ നിന്ന് മാറി നിന്ന് ഏതെങ്കിലും യാത്രയിൽ ഓഫായി പോയാൽ ചില ആളുകൾക്ക് കൈ വൈബ്രേറ്റ് ചെയ്യും. നമുക്കറിയാം, ഈ കള്ള് കൂടുതൽ കുടിക്കുന്ന ആളുകൾക്ക് ഉണ്ടല്ലേ കൈ വിറവരുന്ന് പറയും, ഹെൽത്ത് വിറക്കുന്ന പറയും, ശരീരം വിറക്കുന്ന പറയും. അതേപോലെയാണ് ഇത്. കയ്യിലൊന്നും ഇല്ലാതായ നമ്മളെ കൈ വിറക്കും. ഈ സാധനം എടുത്തുകൊണ്ടാണ് നിങ്ങളെ പണി. നിങ്ങളെ ഈ മൊബൈലില് ഇഷ്ടം പോലെ 100 കണക്കിന് കോണ്ടാക്റ്റുകളുണ്ട്, 10 കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പിലേക്ക് നമ്മൾ തരുന്ന QR കോഡ് അതല്ലെങ്കിൽ GPay നമ്പർ അത് നിങ്ങളൊന്ന് അയച്ചു കൊടുത്തിട്ട് 25,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളൊരു 50 ആൾക്ക് അയച്ചു തരുവരാ. ഒരു 1000 രൂപ എൻ്റെ സഫ്വാന് വേണ്ടി. വെറും 32 വയസ്സ് മാത്രം പ്രായമുള്ള സഫ്വാന് ജ്യേഷ്ഠനില്ല, ഉപ്പല്ല, 2 സഹോദരിമാരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. സഫ്വാന്റെ ഒരു കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞില്ലേ, ഈ പൈസ തുടങ്ങുന്നതിന് മുമ്പ് ഈ സഫ്വാന്റെ കുടുംബം നമ്മളോട് പറഞ്ഞോ നൗഷാദേ നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ പോയി പിരിക്കണമെന്ന്? ഇല്ല. സഫ്വാന്റെ കുടുംബം കേരളത്തിലെ വല്ല ചാരിറ്റി പ്രവർത്തകർക്ക് മഹല്ല് കമ്മിറ്റിയുടെ കത്ത് വാങ്ങിയിട്ട് ആ പടി കയറി ഇറങ്ങിയോ? ഇല്ല. സഫ്വാന് വളരെ അഭിമാനി ഞങ്ങളുടെ നാട്ടില്. അതുകൊണ്ടാണ് സഫ്വാന് വേണ്ടി ഒരു നാട് വിളിച്ചപ്പോ ഈ കണ്ട നാട് മുഴുവൻ ഇവിടെ എത്തിപ്പെട്ടത്. നിങ്ങൾ കണ്ടുകണോ ഒരു ചാരിറ്റി കമ്മിറ്റി ഉണ്ടാക്കാൻ, ഒരു കമ്മിറ്റിക്ക് വേണ്ടി ഇത്രയും വലിയൊരു സദസ്സിനെ? അപ്പൊ സഫ്വാൻ ഒരു പ്രത്യേകത ഉണ്ട്. അത് നമ്മൾ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് ആദ്യം കേൾക്കണം.
എന്നിട്ട് വേണം നിങ്ങൾ ഇതിനുവേണ്ടി ഇറങ്ങിയിറങ്ങാൻ. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാണ്, സഫ്വാന് വേണ്ടി നിങ്ങൾ ഒരു മിനിറ്റ് ചെലവഴിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി 1000 മിനിറ്റ് ചെലവഴിക്കാൻ 10,000 ഉണ്ടാവും. ഒരു സംശയം നിങ്ങൾ കരുതണ്ട. നാളെ നിങ്ങൾ അതിന്റെ പേര് നിങ്ങൾ തളരൂല, 100% ഉറപ്പാണ്. നിങ്ങളെ ഇന്ധനം, നിങ്ങളെ സമയം. ഇവിടെ അയൽക്കൂട്ടങ്ങൾ വന്നിട്ടുണ്ട്, ഇവിടെ ഒരുപാട് ക്ലബുകളുണ്ട്, ഇവിടെ ഹരിതകർമ്മസേന ഉണ്ട്, ഇവിടെ മറ്റുള്ള സംഗതികളുണ്ട്. DYFIയുടെ നേതാക്കളുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്, മുസ്ലിം ലീഗിന്റെ നേതാക്കളുണ്ട്, SYSന്റെ നേതാക്കളുണ്ട്, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളുണ്ട്. ഇവരൊക്കെ ഇവരെ പ്രസ്ഥാനത്തിൽ ആ ഗ്രൂപ്പിലേക്ക് ഒന്നാണ്ട് അയച്ചു കൊടുത്തിട്ട് ഞാൻ 25,000 രൂപയുടെ ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു 50 ആൾക്ക് ഒന്ന് കോൾ ചെയ്തിട്ട് 500 രൂപ വെച്ച് ചോദിച്ചാൽ കണ്ടെത്താം എത്ര പേര് ഇതിലുണ്ടാവും? നിങ്ങൾ ഒരു പ്രവർത്തനം നടത്താത്ത എത്ര പേര് ഇതിലുണ്ടാവും? ഒരു ചാരിറ്റിക്ക് വേണ്ടി ഇന്ന് വരെ ഒരു പ്രവർത്തനം നടത്താൻ അവസരം കിട്ടാത്ത എത്ര പേര് ഈ കൂട്ടത്തിലുണ്ടാവും? ഒരുപാട് സലീം ഖാനെ പോലൊക്കെ നടത്തി ഒരുപാട് തളർന്ന ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു 10,000 ഒരാൾ ചോദിക്കാൻ പറ്റില്ല, ഒരു 5,000 ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾ 500 രൂപ, നമ്മുടെ സഫ്വാന് വേണ്ടി 500 രൂപ 50 ആളോട് ചോദിക്കാൻ കൂട്ടായ്മകൾക്ക് പറ്റും, വ്യക്തികൾക്ക് പറ്റൂലേ? ആർക്കെങ്കിലും കോൺഫിഡന്റ് കുറവുണ്ടോ? ആ ആളിപ്പോ ഈ സദസ്സിൽ നീച്ചു നിന്നാല് ഞാൻ അവർക്ക് 25,000 രൂപ അവരെ കൂടെ ബക്കറ്റ് കളക്ഷൻ എടുത്തിട്ട് ഞാൻ ഉണ്ടായി കൊടുക്കും. ഇത് റഫീഖ പറഞ്ഞത്. ആരെങ്കിലും ഒരാൾ 25,000 രൂപ എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കൂലെന്ന് നീറ്റ് നിന്നിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ കൂടെ ഏത് കവലകളിൽ പോയിട്ടും ഏത് ബസ് സ്റ്റാൻഡുകളിൽ പോയിട്ടും 25,000 രൂപ അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടുത്തെ കമ്മിറ്റിക്കാരെ രസീറ്റ് ബുക്കിൽ എഴുതി അദ്ദേഹത്തിന്റെ പേര് 23-ാം തീയതി 23 ദിവസം കഴിഞ്ഞ് 5-ാം തീയതി ഇവിടെ വായിക്കാൻ ഞാൻ പ്രാർത്ഥനയായി കൊടുക്കും. അങ്ങനെ പറഞ്ഞല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചലഞ്ചിന് 25 ആണെങ്കിൽ 4 ചലഞ്ചിന് 1,00,000 രൂപയാണ്. ഒരു ഡസൻ ചലഞ്ച്, അര ഡസൻ ചലഞ്ച്, 1/4 ഡസൻ ചലഞ്ച് ഒക്കെ നമുക്ക് ഏറ്റെടുക്കാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഒരു 3 ചലഞ്ച് ഏറ്റെടുക്കാം. 75,000 രൂപ ഞാൻ ഏറ്റെടുക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് ഈ നാട്ടിലെ ഞാൻ നേരത്തെ പറഞ്ഞ റഷീദ് ഖാ എന്ന വ്യക്തി, നൗഷാദ എന്ന് വായിച്ചാണ്, റഷീദ് ഖാ എന്ന വ്യക്തി നമ്മളെ അക്കൗണ്ടിലേക്ക് എത്ര ചലഞ്ച് തന്നു റഷീദ് ഖാ? 1,00,000. 4 ചലഞ്ച് റഷീദ് ഖാ. ഞാനിവിടെ ഇരിക്കുന്ന ആരോടും പറഞ്ഞു വെച്ചിട്ടല്ല കണ്ടു വന്നിട്ടുള്ളത്. ഞാൻ ഫോൺ ചെയ്തിട്ടല്ല, ഇവിടെ ഉള്ള 99.99% ഇവിടെ എത്തിച്ചേർന്നുള്ള ഡയറക്റ്റ് ഫോൺ ചെയ്തിട്ടല്ല. എന്റെ ഗ്രൂപ്പിലെ ശബ്ദം കേട്ടിട്ട് സഫ്വാനോടുള്ള ആത്മാർത്ഥത കൊണ്ട് സഫ്വാനെ ജീവിതത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു ദൃശ്യം കൊണ്ട് ഈ കമ്മിറ്റിക്കാരുടെ നൗഫൽ ഉൾപ്പെടെ, നേരത്തെ സ്വാഗതം പറഞ്ഞവരുൾപ്പെടെ, നമ്മുടെ ഷർഫ് ഉൾപ്പെടെ, ഇവിടുത്തെ രഘു ഉൾപ്പെടെ, മണികണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകളെ 2 ദിവസത്തെ അധ്വാനമാണ് കാണുന്നത്. അതാണ് ഈ ഒരു സദസ്സിനെ ഇങ്ങനെ ആക്കിയത്. അപ്പോ ഷർഫു ഷർഫുവിനും അതേമാതിരി തന്നെ നൗഷാദിനും ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ട് ഇവർക്ക്. ആ കൂട്ടായ്മയുടെ പേരെന്താ? കനാൽ തീരം. കനാൽ തീരാണ് ഇതുവരെ ഷർഫുവിനെ സംരക്ഷിച്ചു കൊണ്ടിട്ടുള്ളത്. നിങ്ങളുടെ പേരെന്താ? ഹഫീസ് റഹ്മാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. കുറച്ച് ആളുകൾ വിദേശത്താണ്. ഇതാണ് കൂട്ടുകാരെന്ന് പറഞ്ഞാല്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതാവുണ്ട്, പിതാവുണ്ട്, സഹോദരങ്ങളുണ്ട്, ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ലോകത്ത് നമുക്ക് എല്ലാവരും ഉണ്ടായിട്ടും നമ്മളെ മാതാവിനോടായാലും സഹോദരനായാലും എല്ലാം തുറന്ന് പറയാൻ പറ്റിയ ഒരാൾ ഈ ഭൂമിയിലുണ്ടെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളെ എല്ലാം തുറന്ന് പറയാൻ പറ്റേ? മാതാവിനോട് നമ്മൾ ചിലത് മറക്കേണ്ടി വരും, പിതാവിനോട് മറക്കേണ്ടി വരും, കെട്ടിയ ഭാര്യയോട് വരെ നമ്മൾ പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടില്ലേ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. കെട്ടിയ ഭാര്യനോട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ നാളെ നമ്മുടെ കൂടെ ഉണ്ടാവും. ആർക്കെങ്കിലും പറയാൻ പറ്റുണ്ടാവുന്ന ഇവിടെ ജീവിതത്തിൽ പറ്റൂല. പക്ഷെ ഒരു കൂട്ടുകാരനോട്, മാതാവിനോട് പറയാൻ പറ്റുന്നില്ല അപ്പുറമുള്ള കാര്യങ്ങൾ പറയാം, ഭാര്യനോട് പറയാൻ പറ്റുന്ന അപ്പുറമുള്ള കാര്യങ്ങൾ കൂട്ടുകാരനോട് പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് എന്താ പറയുള്ളത്? ശരിയല്ലേ? അങ്ങനത്തെ കൂട്ടുകാരനെ ഏറ്റെടുത്ത സംഘത്തിന്റെ പേരാണ് കനാൽ തീരം. കനാൽ തീരം ഇവിടെ ഏറ്റെടുത്തുള്ളത് എത്ര ചലഞ്ചാ? 3 ലക്ഷം രൂപ. എത്ര ചലഞ്ചായി? 12 ചലഞ്ചായി. 12 ചലഞ്ച്. ഇത് ഞാൻ അവരോട് പറഞ്ഞു വെച്ചതാണോ? അല്ല. അവർ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവര് നെയ്യത്ത് വെച്ചിട്ടുണ്ട്.
എന്റെ വീട്ടിൽ 1 മണിക്കൂർ ഞാൻ അവിടെ ഇരുത്തി ചായ കൊടുത്തപ്പോൾ അവർക്കുണ്ടായ അവരുടെ മുഖത്തുണ്ടായ തെളിച്ചും ചില്ലറല്ല. അതെന്താ? പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങളെ കൂട്ടുകാരനെ കരയിപ്പിക്കാൻ വിട്ടുകൊടുക്കൂല എന്നുള്ളത് ഇതാണ്, വിട്ടുകൊടുക്കൂല. അതുകൊണ്ട് ഇവിടെ വന്നൊരു ചാരിറ്റിക്കാരൻ അവന്റെ പേരില് വീഡിയോ ചെയ്തുകൊണ്ട് നാളെ വിവാദത്തിലേക്ക് ഞങ്ങളെ നാട്ടുകാരെയും എന്റെ കുടുംബത്തെയും വലിച്ചയക്കണമെന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ നമുക്ക് എത്ര എളുപ്പമുണ്ട്. ഞാൻ ഫിറോസ് കുന്നംപറമ്പിലിനെ പരിചയമുണ്ട്, അഡ്വക്കേറ്റ് ഷമീർ കുന്നമത്തെ പരിചയമുണ്ട്, ഒരുപാട് ചാരിറ്റിക്കാരെ പരിചയമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിച്ചില്ല? അല്ല, ഞാൻ അവിടെ ഇരുന്ന് വാശി പിടിക്കുകയാണ്, നമുക്ക് ആരെങ്കിലും കൊണ്ടുവരാം, കമ്മിറ്റിയുടെ ചെയർമാൻ ഞാൻ ആയിക്കോളാം, ഒരു കാര്യം ചെയ്യാം, നമുക്കത് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അത് സമ്മതിക്കേണ്ടി വരും. വേണ്ടി വരില്ലേ? വേണ്ടി വരും. അവര് നിസ്സാര 3 ലക്ഷം റുപ്യ ഉണ്ടായപ്പോഴത്തേന് 3 മാസം എടുത്തു. ഈ ഡയാലിസിസ് എത്ര ഡയാലിസിസ് കഴിഞ്ഞു? 15 കഴിഞ്ഞു. ഈ 15 കഴിഞ്ഞ് 100 കണക്കിന് ഡയാലിസിസ് ചെയ്യണം എന്ന് പിന്നെ മാറ്റി വെക്കാൻ പറ്റൂല. ഇൻഫെക്ഷൻ കയറി ശരീരത്തിന് വേറെ അസുഖങ്ങൾ. ഇപ്പൊ നമ്മൾ മാറ്റിവെക്കാൻ പുറപ്പെട്ടാൽ വളരെ പെട്ടെന്ന് 32 വയസ്സ് മാത്രം പ്രായമുള്ള സഫ്വാനെ ഡയാലിസിസ് ഒഴിവാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു ചെറിയ കാര്യം കൂടി ഞാൻ മിംസിലുണ്ടായ കാര്യം പറയാം. ഇന്നലെ മിംസിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു 4 പേര് സഫ്വാനെ കൊണ്ടുപോയി. ഇന്നലെ മിനിയാന്ന് സഫ്വാന്റെ കൂടെ ഈ കനാൽ കവലയിൽ ഇരിക്കുന്ന ഗ്രൂപ്പിൽപ്പെട്ട 4 പേര് ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി പോയിട്ട് എന്നോട് ഷറഫുദ്ദീൻ പറഞ്ഞ വലിയൊരു വാക്കുണ്ട്. എന്താ പറയുക? ഞങ്ങൾ 4 മണി സമയങ്ങളിൽ സഫ്വാന്റെ കൂടെ കനാൽ തീരത്ത് ചായ കുടിക്കുന്ന ഞങ്ങള് സമയമായപ്പോ ചായ കുടിക്കാൻ വേണ്ടി ദാഹിച്ചപ്പോ സഫ്വാനോട് ഒരു ചായ പറഞ്ഞു. ആ ചായ പറഞ്ഞപ്പോ സഫ്വാൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ അറിയോ? എന്റെ സമയം കഴിഞ്ഞു പോയി, 4 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഡോക്ടർമാര് പറഞ്ഞിട്ടുള്ളത്. ഇനി എനിക്ക് ഒരല്പം വെള്ളം കുടിക്കാൻ പറ്റില്ല, നാളെ മാത്രമാണ് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. രാത്രി കിടന്നുറങ്ങുമ്പോ എന്റെ തൊണ്ട വളരും, എന്താ പറയാ, വരണ്ട് പോകുമ്പോ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റൂല. കേട്ടങ്ങള് അവരെ കരള് പൊടിയൂലേ? ഒരു കൂട്ടുകാരനെ പറയുമ്പോ ആരൊക്കെ ഉണ്ടായിരുന്നു കൂടുതല്? നൗഷാദ് ഉണ്ടായിരുന്നു, ഷമീർ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ അവര് പണിയെടുക്കുകയാണോ ചെയ്യാതിന് വേണ്ടിയിട്ട്? എന്നിട്ട് എന്താ അവര് കാണിച്ചെന്ന് അറിയങ്ങള് കാണിച്ചിട്ടുണ്ടെന്താ? എനിക്കിന്ന് ഇവിടെ സംസാരിക്കാൻ കോൺഫിഡന്റ് ഇല്ല. ഞാന് മാനസികമായിട്ട് വളരെ ഡൗണാണ്. എൻ്റെ അമ്മാമന്റെ മരണം പോലും 3 മാസമായി ഗൾഫിൽ പോലും പോവാത്തൊരു മാമനെ ഞാൻ കണ്ടിട്ട്. എന്താണ് എൻ്റെ ജീവിതത്തിന്റെ തിരക്ക്? നമ്മളൊക്കെ തിരക്കുള്ളവരാ. അവിടെ ഇപ്പൊ ഇരിക്കുമ്പോൾ മുഷിപ്പുണ്ടാവും നിങ്ങൾക്ക്. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മുഷിച്ചു പോകണ്ടാവും. പക്ഷെ നമ്മളൊക്കെ തിരക്കാണ്. നമ്മളെല്ലാവരും ഒരു ദിവസം മറ്റൊരുത്തൻ്റെ മുന്നിൽ 4 ആളെ മുന്നിൽ മയ്യത്ത് കുളിപ്പിക്കാൻ കിടന്നു കൊടുക്കേണ്ട ആളുകളാണ്. അന്ന് നമുക്കൊരു തിരക്കുണ്ടാവില്ല. അത് നമ്മൾ ഓരോരുത്തരായി അന്ന് നമ്മളെല്ലാ തിരക്കും മാറും. അങ്ങനെ ഇവര് കാണിച്ച പണി തരോ? ഒരു പേപ്പർ ഗ്ലാസ്സിൽ ഇന്നലെ ഒഴിച്ചുതരാം. എൻ്റെ വീട്ടിൽ നിന്ന് രാത്രി അവർ ചായ കുടിക്കുമ്പോൾ എനിക്ക് ഒഴിച്ചുതരാം. റഫീഖ കണ്ണിന്ന് വെള്ളം വന്നിട്ടാ അവൻ ഒഴിച്ചത്. ഇതാ ഇത്ര പോലെ ചായ ഞാൻ അവനെ കുടിപ്പിച്ചു. ഞങ്ങൾക്ക് കുടിച്ചാൽ ഇറങ്ങായിട്ടെന്ന്. അതാണ് കൂട്ടുകാരെന്ന് പറഞ്ഞാലേ. അല്ലെങ്കിൽ അങ്ങനത്തെ സഫ്വാനെ എത്രയും പെട്ടെന്ന് നമ്മൾ കിഡ്നി മാറ്റി വെച്ച് അവർക്ക് ഇഷ്ടം പോലെ വെള്ളം കുടിക്കും, ഇഷ്ടം പോലെ ഭക്ഷണം കഴിപ്പിക്കുകയാണോ വേണ്ടത്? അതല്ല, നമ്മൾ അവൻ ആ 4 ചുമരിന്റെ ഉള്ളിലാക്കി 4 മണിക്കൂർ കിഡ്നി ഡയാലിസിന് വേണ്ടി മിംസ് ഹോസ്പിറ്റലിൽ 4 മണിക്കൂർ കിടന്ന് 4 മണിക്കൂർ അതിന്റെ ക്ഷീണം മാറാൻ വേണ്ടി വീട്ടിലും വന്ന് കിടന്ന് 24 മണിക്കൂറും കഴിഞ്ഞ് 48 മണിക്കൂറുമ്പോൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വിട്ട് അവന്റെ ആ കുടുംബത്തിന്റെ ദയനീയത നമ്മൾ കാണണോ വേണ്ടെന്ന് ഇപ്പൊ തീരുമാനിച്ചോളി വന്നു. നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി എനിക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ഞാൻ എന്റെ സഫ്വാന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത് ഒറ്റവട്ടാണ്. 4 ദിവസം മുമ്പ് രാത്രി അവന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ഞാൻ എന്നെ അവര് കാത്തു നിൽക്കുക. കടന്നു ചെന്നപ്പോ സഫ്വാന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ അവന്റെ മുഖത്തുള്ള സന്തോഷം ചില്ലറല്ല. എന്താ അറിയോ? 40 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് അവനെ ചികിത്സിക്കും എന്നുള്ള ന്യൂസാണ് അവനാണ്. അതിന് വാക്ക് കൊടുത്തതാരാ? ഇവരാരും എന്നോട് പറഞ്ഞില്ല നിങ്ങൾ 22-23 ദിവസം ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഇന്ന ദിവസം വേണമെന്നില്ല, ഓഫീസ് വേണമെന്ന് പോലും പറഞ്ഞിട്ടില്ല, പോസ്റ്റർ അടിക്കണം എന്ന് പോലും കണ്ടില്ല. ഓര് പറഞ്ഞ പണി ഞാൻ പറഞ്ഞു. ഒരു ഓഫീസ് ഉദ്ദേശിച്ചത് ഈ ഹോസ്പിറ്റലിലെ അടുത്താ. ഞാൻ പറഞ്ഞ ഓഫീസ് അവിടെ പറ്റില്ല, അവർ കവലയിൽ നിങ്ങൾ ഷെഡ് കെട്ടണം, എന്നിട്ട് ബക്കറ്റും പിടിച്ച് നിങ്ങളവിടെ ഇരിക്കണം. നിങ്ങൾ കൂട്ടുകാരാണോ അല്ലേ? നിങ്ങൾ പിന്നെ AC റൂമിലോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യത്തിലെല്ലാം നിങ്ങൾ ഇരിക്കണം. നിങ്ങൾ കവലയിൽ ഇരിക്കണം. എന്നിട്ട് അവർക്ക് വേണ്ടി അവിടെ കൂടിയ ഈ മീറ്റിങ്ങിന് വരുന്ന കൂടിയ ആളുകൾ ഒന്നും ഏറ്റെടുക്കാതെ പോവുകയാണെങ്കിൽ ഈ 40 ലക്ഷം രൂപ നിങ്ങൾ കവലയിൽ നിന്ന് തെണ്ടിയിട്ടുണ്ടാക്കണം. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞേ. ഞാൻ ഉണ്ടാവും നിങ്ങളെ കൂടെ. അവിടെ കൂടുന്ന 400 പേരോ 300 പേരോ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഇത് റഫീഖാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ധൈര്യത്തില് ഓഫീസ് പുറത്ത് കെട്ടിയെന്ന് പറഞ്ഞു.
ഇവര് റൂമായി നോക്കി, ഏത് കമ്മിറ്റി ഒരു റൂമല്ല അന്വേഷിക്കാം? പൊതു സ്ഥലത്ത് ഓഫീസ് കെട്ടാൻ നമ്മളെ പെട്ടെന്ന് മുതലോ ഇല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ 1/2 ഡസൻ അവരെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളെ നാട്ടുകാരുടെ പേരിലാണ് അക്കൗണ്ട്. ആ അക്കൗണ്ട് അങ്ങനെ എടുക്കാനുള്ള കാരണം ഇപ്പോഴത്തെ ഇന്ത്യൻ നിയമപ്രകാരം 200 ട്രാൻസാക്ഷൻ വന്നാൽ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോകും. പുതിയ നിയമമാണ് ഗവൺമെന്റിന്റെ. 200 ട്രാൻസാക്ഷൻ വരാൻ പണി എത്രയേ ഉള്ളൂ? 10 രൂപ വെച്ചിട്ട് 200 അയച്ചാൽ മതി. അല്ലെങ്കിൽ ഒരാൾ 100 രൂപ അയക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? 1 രൂപ അയക്കൊന്ന് അയച്ചു നോക്കും. എന്നിട്ട് അദ്ദേഹം ഈ കമ്മിറ്റിക്കാരനെ വിളിക്കും, അതല്ലെങ്കിൽ ചെയർമാനെ വിളിക്കും, അതല്ലെങ്കിൽ ആ വീട്ടുകാരനെ വിളിച്ചിട്ട് പറയും അക്കൗണ്ടിലേക്ക് ഞാൻ 1 രൂപ അയച്ചിട്ടുണ്ട്, അതവിടെ കിട്ടിയെന്ന് ചോദിക്കൂലേ? ഉറപ്പില്ലാത്ത ചോദിക്കുമ്പോൾ എന്തായി? അവൻ അയക്കുന്ന പൈസയും ഇവന് 1 രൂപ അയച്ചടക്കം 2 ട്രാൻസാക്ഷനായി. ഇങ്ങനെ 10 പേര് ചെയ്താൽ അക്കൗണ്ട് ബ്ലോക്കായി. അതാണ് പുതിയ നിയമം. അതുകൊണ്ടാണ് 8 അക്കൗണ്ട് എടുക്കാനുള്ള കാരണം. അതിൽ പൈസ കുന്നുകൂടും എന്ന് നമ്മൾ ആരും കരുതണ്ട. നമ്മൾ ഇവിടുന്ന് നീറ്റ് പോകുമ്പോൾ ഒരു തീരുമാനത്തിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വിജയത്തിലെത്തും. ഇപ്പൊ എത്ര ലക്ഷം രൂപയായി? എത്ര ലക്ഷം രൂപ? ഞാൻ പറഞ്ഞ ചോദിക്കുമ്പോൾ കണക്കിടണം. അപ്പൊ നമ്മൾ പ്രഖ്യാപിച്ച പൈസ എത്ര ലക്ഷം രൂപയായി? ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രഖ്യാപിച്ച്. അപ്പോ ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ മൂത്താപ്പ ഇവിടെ, ഷഫീറിന്റെ മൂത്താപ്പ നിൽക്കുന്നു. എളാപ്പ എന്റെ എളാപ്പയാണ്. 4 ചലഞ്ച് അയാളെ ഏറ്റെടുക്കണം. ഞാൻ നിങ്ങളെ എല്ലാവരോടും ആരും നീറ്റ് പോണ്ട, നിങ്ങളെ പറയില്ല. ഞാൻ കുടുംബങ്ങളോട് ഞാൻ ചോദിക്കും. ഞാൻ വേർക്കുണ്ടെങ്കിൽ അവരെ കുടുംബം അവർക്ക് ഉപകാരപ്പെട്ടതാണ്. കുടുംബം ഇതിൽ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ഒരു രോഗിനെ അല്ലെങ്കിൽ ഒരാളെ സോഷ്യൽ മീഡിയ മുമ്പിലേക്ക് പറഞ്ഞയക്കാൻ എളുപ്പമാണ്. പക്ഷെ കുടുംബത്തിന് ചെയ്യാൻ ആദ്യം എന്ത് പറ്റും നോക്കണം. നമ്മൾ നേരാവേണ്ടത് ആദ്യം എവിടെയാണ്? നമ്മളെ കുടുംബത്താണ്. പിന്നെ നമ്മളെ നാട്ടിലാണ് നമ്മൾ നേരാവേണ്ടത്. പിന്നെ നമ്മൾ പുറത്തുപോയി നേരാവേണ്ടത്. അപ്പോൾ 4 ചലഞ്ച് നിങ്ങൾ പരസ്പരം ഏറ്റെടുക്കൂലേ? നിങ്ങളും നിങ്ങളെ മക്കളും കൂടി 4 ചലഞ്ച് മുമ്പേ ഏറ്റെടുത്ത് എഴുതിക്കോളി. 1 ലക്ഷം രൂപ. എൻ്റെ പ്രവർത്തനങ്ങൾ കാണണം. എന്നെ ഇതിലേക്ക് മുന്നേക്ക് ഇറങ്ങി വിട്ടൊരു വ്യക്തിയുണ്ട്. അവൻ്റെ പേരാണ് എന്താ വെച്ചാൽ ഇന്നൊരു പേര് പറഞ്ഞ് റഫീഖ്, നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ ഏറ്റെടുത്താൽ ശരിയാവും. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നിന്ന് ഫേസ്ബുക്കിലൂടെ ചാരിറ്റി പ്രവർത്തകരുടെ കൂടെ ചാരിറ്റി ചെയ്യുന്ന വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാളുണ്ട്. സർഫോന്റെ ജ്യേഷ്ഠൻ ഷമീർ. അദ്ദേഹം അനിയൻ ഷമീർ. കണ്ട ജ്യേഷ്ഠനായിട്ട് ഞാൻ ഇതുവരെ തോന്നിയിരിക്കും. തോന്നുന്ന അങ്ങനെ. അപ്പൊ ഷമീർ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷമീറെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വെറുതെ പിന്മാറാൻ പറ്റില്ല. ഇന്നെ കൊടുന്നാളൊരു കുഴപ്പമില്ല. ഇന്ന ആരാണ് ഇന്നെ തേടി വന്ന അവരെ ഞാൻ ആദ്യം പിടിക്കും. പക്ഷെ ഞാൻ അധ്വാനിക്കും, അപ്പൊ അവരും അധ്വാനിക്കണം. അപ്പൊ ഷമീർ 1/2 ഡസൻ ചലഞ്ച് ഏറ്റെടുക്കണം. ഷമീർ ഒരുപാട് ഒരു ബന്ധമില്ലാത്ത ആളുകളെ സഹായിക്കുന്ന ആളാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. ഷമീർ 1/2 ലക്ഷം രൂപ, അതിൽ 6 ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ 1.5 ലക്ഷം രൂപ അല്ലേ വരിക? 6 ചലഞ്ച് ഷമീർ ഒറ്റയ്ക്ക് ഏറ്റെടുക്കണം. അടുത്ത 23-ാം തീയതി ഈ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, പേടിച്ചോടണ്ട. നിങ്ങൾ ആരും ഉണ്ടാക്കിയില്ലേ, ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ പൈസ ഒന്നുമില്ല. ഞാൻ മാനസികമായിട്ട് ഡൗൺ ആണ്. അതേപോലെ തന്നെ ബിസിനസ്സിൽ ക്രൈസുള്ള സമയമാണ്. അപ്പോൾ ഈ 2024 ഒറ്റ നെഹൽ ബേക്സ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇന്നത്തെ ഈ മാർക്കറ്റിലെ സാഹചര്യം കാരണം. അത് നെഹൽ ബേക്സ് പൊളിയാനായിട്ടല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ കരുതണ്ട. എന്താ വെച്ചാൽ ഇന്നത്തെ മാർക്കറ്റിന്റെ സാഹചര്യം ആലോചിച്ച് നമ്മൾ ഇരുന്ന് കാലം നീട്ടുക, മറ്റൊരുത്തന്റെ പോക്കറ്റിലെ പൈസ കൊണ്ട് നമ്മൾ ബേക്കറി കൊണ്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഷമീർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് നീറ്റ് നിൽക്കണം. നീറ്റ് നിന്നിട്ട് ഇതിന്റെ ദൗത്യം ഒന്ന് ഏറ്റെടുക്കണം. ഷമീർ ഇവിടെ ഉണ്ടോ? പോയാ ആള് പോയി തോന്നിട്ടല്ലേ? അവിടെ ഉണ്ട്, കൈ പൊക്കുണ്ട്. ഏറ്റെടുത്തോ? എന്താ പറഞ്ഞ? മൈക്ക് കൊടുത്തോളി. മൈക്ക് സ്പീഡ് കൊണ്ടുവത്തോളി. ഇപ്പൊ എത്ര ലക്ഷം രൂപയായി? ഇനി നമുക്ക് ബാക്കി എത്ര വേണം? ഇനി എത്ര വേണം ബാക്കി? 8,35,000 8,35,000 രൂപയായി പറഞ്ഞു. നിങ്ങൾ വിചാരിക്കും ഇയാൾ പറഞ്ഞു പോയിട്ട് ഇനി 23-ാം തീയതി ഇയാളെ വൈക്ക് തന്നെ കാണൂല. കാണും. ഇല്ലെങ്കിൽ ഞാൻ ഈ കമ്മിറ്റിക്കാർ 30 പേരിൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പെരിന്തൽമണ്ണ മുതൽ ഈ നാട് വരെ പാട്ടപ്പിരിവ് കൊടുക്കും. അതല്ലെങ്കിൽ ഞങ്ങൾ ചെമ്മാട് മുതൽ ഇങ്ങോട്ട് പാട്ടപ്പിരിവ് കൊടുക്കും. കുന്നംകുളത്തും കണ്ട് പാട്ടപ്പിരിവ് എടുത്ത് ഞങ്ങൾ 23 ദിവസം കൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് പൈസ കണ്ടെത്തുമ്പോൾ ഇത് കേൾക്കാൻ നിങ്ങൾ ഈ ഹോളിൽ വന്നില്ലെങ്കിലും നിങ്ങൾ ഫേസ്ബുക്കിലൂടെ കേൾക്കേണ്ടി വരും. ഇത് പറഞ്ഞത് റഫീഖാണ്. നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ ഞാനാ പറഞ്ഞത് ഇനി എന്തെങ്കിലും കൂട്ടണം എന്നുള്ള ഇപ്പൊ തോന്നുന്നുണ്ട്? ഇപ്പൊ പറഞ്ഞോളെ. ഇതൊക്കെ കേട്ടിട്ട് നോക്കാം. ഇൻഷാല്ലാ ആ വാക്ക് മതി. എനിക്ക്
നോക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ വരുമ്പോൾ എന്തായാലും അത് കൂട്ടും. മനസ്സിലായോ? ഇനി ഏറ്റെടുക്കേണ്ടത് എൻ്റെ പ്രിയ സുഹൃത്തായ നൗഷാദാണ്. നൗഷാദ് 3 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി മെനക്കെട്ട ആളാണ്. പക്ഷെ അതുപോലെ നൗഷാദ് ഇൻഡിവിജ്വലായിട്ട് ഒരു ചലഞ്ച് ഏറ്റെടുക്കണം. ഇതുവരെ ഏറ്റെടുത്തത് അവൻ്റെ കൂട്ടുകാരനെ വേണ്ടിയിട്ടാണ്. ഇത് ഇന്നെ ചെയർമാൻ ആക്കിയതിൻ്റെ പേര് എന്നെ ചെയർമാൻ ആക്കണമെന്ന് ഫസ്റ്റ് പറഞ്ഞത് നൗഷാദാണ്. അല്ലെങ്കിൽ അവനോട് ഇത് പറഞ്ഞോട്ടെ. ഏറ്റെടുക്കാൻ വല്ല പ്രയാസം നൗഷാദിനുണ്ടാവും? ഇല്ല. അതേപോലെ തന്നെ കൺവീനറും ഏറ്റെടുക്കണം ഇൻഡിവിജ്വലായിട്ട് 25,000 രൂപ. ഈ 25,000 കൺവീനറിൽ ടാക്സി ഓടിക്കുന്ന ആളാണ് അല്ലേ? ടാക്സി അല്ലെങ്കിൽ ഇന്നോവ ടാക്സി ഓടുന്ന സമയത്ത് ആ ടാക്സി സ്റ്റാൻഡിൽ പോയിട്ട് ഇവിടുന്ന് നോട്ടീസ് തരും. ഇവിടുന്ന് ഒരു ആ കൂപ്പണിൻ്റെ കയ്യിലും തരുമോ? ആ കൂപ്പൺ നമ്മളടിച്ച കൂപ്പൺ പെട്ടെന്ന് എൻ്റെ കയ്യിലും തരുമോ? എവിടെ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെറ്റീരിയലൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ വേണം, ഞാൻ കമ്മിറ്റിക്കാരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കൂപ്പണ് നിങ്ങളെ കയ്യിൽ തരുമ്പോൾ ആ കൂപ്പണിലൂടെ നിങ്ങൾക്ക് 100, 500, 200, 1000 ആക്കിയിട്ട് ഇതേപോലെ പിരിക്കാം. ഞാൻ ഈ 25,000 രൂപ ഏൽപ്പിക്കുന്ന വ്യക്തി ഇതേപോലത്തെ 2, 3 ബുക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള കവലകളിലോ അല്ലെങ്കിൽ പരിചയമുള്ള മുതലന്മാരുടെ വീട്ടിലേക്കോ കടന്നു ചെല്ലാം. എന്നിട്ട് എന്ത് ചെയ്യാം? എൻ്റെ കൂട്ടുകാരനും എൻ്റെ നാട്ടുകാരനും വേണ്ടിയിട്ടാണ്. സുതാര്യമായ കമ്മിറ്റിയാണ്. മഹല്ല് കമ്മിറ്റിയുടെ അംഗീകാരമുണ്ട്, അമ്പല കമ്മിറ്റിയുടെ അംഗീകാരമുണ്ട്, നാട്ടിലെ പൗരപ്രമുഖരുടെ അംഗീകാരം ഉണ്ടെന്ന് കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കിത് ഏറ്റെടുക്കാം. 25,000 രൂപ വെച്ചിട്ട് ടെലിഫോൺ ചെയ്ത് നിങ്ങളെ ഗ്രൂപ്പിലൂടെ നിങ്ങളെ ഇൻഡിവിജ്വലായ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ കമ്മിറ്റി ഗ്രൂപ്പിലേക്ക് വാങ്ങാതെ നിങ്ങളെ പേഴ്സണൽ, ഇനി ഞാൻ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളെ പേഴ്സണൽ ജിപേ, പേടിഎം, ഫോൺപേ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഏത് പൈസ? ചലഞ്ചിന്റെ പൈസ മാത്രം. ചലഞ്ച് ഏറ്റെടുക്കുന്നവർക്ക് മാത്രം അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പൈസ 1000, 500, 2000 വെടിയിച്ച് ഒരു ചലഞ്ച് ഏറ്റെടുത്തവർക്ക് അത്ഭുതകരമായിട്ട് ഞാൻ ഇത്ര പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ അവിടെ ലിസ്റ്റ് നമ്മൾ ഓഫീസിൽ 24 മുമ്പ് കൊണ്ടുകൊടുക്കാം. പൂ ചോദിച്ചപ്പോൾ എനിക്ക് പൂമാല കിട്ടി എന്ന് അഭിമാനമായിട്ട് പറയാൻ പറ്റും ചലഞ്ച് ഏറ്റെടുത്തത്. ഇപ്പൊ അവര് 2 ഏറ്റെടുത്ത്, 3ാമത്തത് നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. നിങ്ങൾ ഏറ്റെടുക്കണം 25,000 രൂപ. പറ്റൂലേ? നിങ്ങൾ ഏറ്റെടുത്ത് ഞാൻ ഏറ്റെടുക്കും. നിങ്ങളെ പേരെന്തേന്ന്? ആഷിഖ് ഏറ്റെടുക്കണം 25,000 രൂപ. നിങ്ങളോ? നിങ്ങൾ ഏറ്റെടുക്കൂല 25,000 രൂപ? മൂപ്പര് എഴുതേ. എവിടെ ദേവൻ? എവിടെ? എപ്പോഴും മാലട്ടിന്റെ മുന്നിൽ 3-4 ദിവസം വന്നെന്ന ഒരാളുടെ ദേവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇതാണ് കൂട്ടുകാരൻ. മതം മറന്ന്, ജാതി മറന്ന്, സ്നേഹത്തിന്റെ എന്താണ് അല്ലെ? നിങ്ങൾ എത്ര 2 ഏറ്റെടുക്കണ്ട? 2 അദ്ദേഹം ഒരു 3 ലക്ഷം രൂപ ഇപ്പൊ തരുന്നവരാണ്. ഇതുവരെ ഓന്റെ ചീസ് നോക്കിയാലാ കൂലിപ്പണി എടുക്കുന്നവരാട്ടോ. ദേവൻ പൈസക്കാരനല്ല. ഞാനിപ്പോ പറഞ്ഞതൊന്നും ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു വെച്ച് കുറച്ച് പണച്ചാക്കുകളെ ബാക്കിൽ കൊണ്ടിരുത്തിട്ടല്ല ഞാൻ പിരിക്കണത്. എന്റെ സംസാരം അവർ 2 മണിക്കൂർ കേട്ടവരാണ്. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന പോലെ എന്റെ വീട്ടിൽ നിന്ന് 2 ദിവസം 2 മണിക്കൂർ കേട്ടവരാ. അപ്പൊ ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്റെ പിന്നിൽ നിങ്ങൾ നിന്നതിന്റെ പേരിൽ, മുന്നിൽ നിന്നതിന്റെ പേരിൽ നാളെ നിങ്ങൾക്ക് ഒരു ചീത്തപ്പേരുണ്ടായി പണത്തിന്റെ പേരിൽ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരില്ല. അത് 100% ഉറപ്പാണ്. ഒരു കട്ടൻ ചായ ഇതിന്റെ പേരിൽ ഇതിന്റെ കമ്മിറ്റിക്കാരെ കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നൗഷാദേ? പറഞ്ഞിട്ടുണ്ട്. ഒരു കട്ടൻ ചായയുടെ ലിസ്റ്റ് നിങ്ങളോട് വായിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് പ്രവർത്തനം നടത്തിയാലും ഈ 23 ദിവസം നിങ്ങൾ പെട്രോൾ ഓടിയിട്ട് ഈ നാട് മുഴുവൻ നടന്നാൽ പോലും നിങ്ങൾ ഈ പൈസയിൽ നിന്ന് പെട്രോൾ അടിച്ച ലിസ്റ്റ് ഇവിടെ വായിച്ചാൽ പിന്നെ ആ വേദിയിൽ നിന്ന് അപ്പിറങ്ങി പോകുന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കൊടുക്കുന്ന പൈസ സുതാര്യമാവും, ആ കുടുംബത്തിന് അത് ഉപകരിക്കും. അവന്റെ കിഡ്നി ഇൻഷാ അല്ലാഹ് നമ്മൾ മാറ്റിവെക്കാൻ അള്ളാഹു വിധി തന്നാൽ മാറ്റിവെക്കും. അതിന്റെ മുമ്പ് ഒന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല. രോഗമില്ലാത്ത ആളുകളും പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ടും ഇരുന്നിട്ടും മരണപ്പെടുന്ന കാലത്ത് ഡയാലിസിസ് ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് അറിയും? ബ്ലഡ് ഒരു മെഷീനിലൂടെ കയറി തിരിച്ച് നമ്മളെ പിന്നെ ശരീരത്തിലേക്ക് പ്രവർത്തിക്കുന്നതിനാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണത്? അവൻ കഴിക്കുന്ന വെള്ളവും ഭക്ഷണമൊക്കെ പിന്നെ എന്തായിട്ട് വെള്ളമായിട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 90% വെള്ളമാണ്, അല്ലെങ്കിൽ 80% വെള്ളമാണുള്ളത്. വെള്ളമായിട്ട് നിൽക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ട് വന്ന്, ശ്വാസമുട്ട് വന്ന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും മരണപ്പെടും. അതിനാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ഈ സഫ്വാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ നിങ്ങൾ മനസ്സിലാക്കിയോ? ഒരു രോഗം ഒരു മനുഷ്യർക്ക് വരുന്നത് വല്ല കുറ്റാണോ? ഒരു രോഗിയായ പോലത്തെ കുറ്റാണോ? അല്ലല്ലോ. ഒരു രോഗം ഒരാൾക്ക് വരുന്നത് കള്ള് കുടിച്ചിട്ടോ, അല്ലെങ്കിൽ അവൻ സിഗരറ്റ് വലിച്ചിട്ടോ, അതല്ലെങ്കിൽ അവൻ മദ്യപിച്ചിട്ടോ, അവന്റെ ജീവിത ശൈലി മോശമായിട്ട് മാത്രമാണോ? അതല്ലല്ലോ. അത് പടച്ചോൻ കൊടുക്കണതല്ലേ, അല്ലേ? അപ്പോ ജനിതകമായിട്ട്
അവന്റെ കിഡ്നി ഒരെണ്ണം ചെറുതായിരുന്നു ഈ സഫ്വാന്റെ, ജനിതകമായിട്ട്. അപ്പൊ ജനിതകമായിട്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവും, ജീവിത ശൈലി കൊണ്ട് രോഗങ്ങൾ ഉണ്ടാവും. അമിതമായി ഉറക്കമൊഴിച്ചാൽ കിഡ്നി പോകും. അമിതമായിട്ട് നമ്മൾ രാത്രി സമയങ്ങളിൽ ഭക്ഷണം കഴിച്ച് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിച്ച് നമ്മൾ വയറിന് റെസ്റ്റ് കൊടുക്കാതെ ഓവർലോഡ് ശരീരത്തിൽ വന്നാൽ കിഡ്നി പോകും. അപ്പൊ നമ്മളെ കിഡ്നി ഞാൻ കളയാൻ നിൽക്കണ്ട. പടച്ചോന് ഏതൊരു സമയത്ത് അത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനം എടുക്കട്ടെ. ഇതിന്റെ ബേക്കില് ഇന്ത്യൻ ബേക്കിലുള്ള റസാഖ് ഭായി ഇരിക്കേണ്ട, ഈ മഹല്ലത്തിന്റെ പ്രസിഡന്റ് ഇരിക്കേണ്ടത്. ഈ നിമിഷം വരെ ഞാൻ റസാഖാട് പറഞ്ഞിട്ടില്ല. ഇന്നലെ കോയമ്പത്തൂരിൽ നിന്ന് മുമ്പ് ഇതിനു വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞിട്ടില്ല റസാഖ് ഭായി നിങ്ങൾ ചലഞ്ച് ഒന്ന് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. റസാഖായി പറഞ്ഞോളൂ, എത്ര ചലഞ്ച് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും? നിങ്ങൾ ഒരുപാട് പ്രമുഖരെ പരിചയമുള്ള ആളാണ്, നിങ്ങൾ ഒരുപാട് ആളുകളുടെ ബന്ധമുള്ള ആളാണ്, ഒക്കെയാണ്. റസാഖ് ഭായി പ്രയാസപ്പെടരുത്, റസാഖ് ഭായി ഒറ്റക്ക് കൊടുക്കരുത്. നിങ്ങളെ പ്രസ്ഥാനത്തിൽ നിന്നും ഞാൻ പറയുന്ന പോലെ ഫോണിൽ ചോദിച്ചിട്ടും വാങ്ങിയിട്ടും അതിനുള്ള എല്ലാ മെറ്റീരിയലും ഞങ്ങൾ തരാം. നിങ്ങൾക്ക് എന്ത് മെറ്റീരിയൽ വേണം മെറ്റീരിയൽ പറഞ്ഞോട്ട് എത്തിച്ചു തരാം. എത്ര ചലഞ്ച് റസാഖ് ഭായിക്ക് എടുക്കാൻ പറ്റും? നിങ്ങൾ ഇനി എന്ത് കാണിച്ചാലും ഒന്ന് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കും. ഇൻഷാ അല്ലാ റസാഖ് ഭായി ഒന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. അത് 2 എണ്ണം പൂർത്തീകരിക്കാതെ മൂപ്പര് ഇൻഷാ അല്ലാ സാസിലേക്ക് വരില്ല. നിങ്ങൾ കണ്ടോളി ഇൻഷാ അല്ലാ. ഒന്ന് റസാഖ് ഭായി ഏറ്റെടുത്തിട്ടുണ്ട്. ബാബു മെമ്പർ ഒരെണ്ണം ഏറ്റെടുത്തിട്ടുണ്ട് അല്ലേ? ഇതൊന്നും നിങ്ങളൊന്നും പൈസക്കാരല്ല കേട്ടോ. നിങ്ങൾ രണ്ടെണ്ണങ്ങൾ ഏറ്റെടുത്തത്. നിങ്ങളെ പേര് ഇതൊന്നും എഴുതണം, മൂപ്പരെ പേര് എഴുതണം. നിങ്ങൾ നിങ്ങളെ കോണ്ടാക്റ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് തരുന്ന ഈ കൂപ്പൺ നിങ്ങൾക്ക് ഒന്ന് പറിച്ചു കൊടുത്താൽ മതി. പറ്റിയില്ലെങ്കിൽ എന്നെ വിളിച്ചോളി. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ സഫ്വാൻ 32 വയസ്സിന് വേണ്ടി നിങ്ങളെ നാട്ടുകാരന് വേണ്ടി ആള് പൈസ എന്തെങ്കിലും പൈസ ഉണ്ടാക്കാൻ ഞങ്ങളെ കൂടെ വരാം. ഞാൻ വരും. ഫൈസലിന് കൂട്ടായ്മ ഉണ്ടോ? ഫൈസല് 4 ചലഞ്ച് ആയിട്ട് എഴുതിക്കോളി. ഇവിടെ അയൽക്കൂട്ടം കൂട്ടായ്മ ഇവിടെ ഉണ്ടോ? അയൽക്കൂട്ടം ഉണ്ടോ? അയൽക്കൂട്ടം ഇവിടെ ഉണ്ടോ? അയൽക്കൂട്ടം ഉണ്ട്. ആരാ അയൽക്കൂട്ടം ഇവിടെ? നിങ്ങളാ? അയൽക്കൂട്ടത്തിൽ എത്ര പേരുണ്ട്? 20 ആളുണ്ട്. നിങ്ങൾ 19 ആള്. ഇവര് 19 ആള് ചേർന്നിട്ട് ഒരു ചലഞ്ച് ഏറ്റെടുക്കും. അവരതിന്റെ മേലേക്ക് എത്തിക്കും. കിട്ടുന്ന പൈസ മുഴുവൻ ഇതിലേക്ക് കൊടുക്കണം. രണ്ടാമത്തെ അയൽക്കൂട്ടം. നിങ്ങളെ അയൽക്കൂട്ടത്തിന്റെ പേരെന്താ? അശ്വതി എന്നാണ് ഇവരെ പേര്. അശ്വതി. പിന്നെ ഇവര് ഫോൺ നമ്പർ എഴുതിക്കൊണ്ടിട്ടാ. ഞാൻ പറയുന്നു ലെറ്റർ പേഡ് വേണം, നോട്ട്ബുക്ക് വേണം എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ നിങ്ങളെ പേര് എഴുതണം. എത്ര ചലഞ്ചാ? ഒരു ചലഞ്ച്. നിങ്ങളുടെ പേരെന്താ? നസീമ. എത്ര ലക്ഷം രൂപ ഇവിടെ? എത്ര ലക്ഷം രൂപ? എത്ര? 11,4. നൗഫല് ചലഞ്ച് ഏറ്റെടുത്തിട്ടില്ല. നൗഫല് ചലഞ്ച് ഏറ്റെടുക്കണം. നൗഫല് ഞാൻ എന്തെങ്കിലും പറയുമ്പോ ഇരുന്ന് കരഞ്ഞ ആളാ നൗഫല്. നിങ്ങൾ 4 ചലഞ്ച്. മാഷാ അല്ലാ. ഉസ്താദ് 4 ചലഞ്ച്. മൂപ്പരെ പേരായിരിക്കും. നിങ്ങളെ പേര്? സഫൂറിന്റെ കുഞ്ഞിപ്പേര്. ഇതാണ് കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെ ആവണം? മടി കൂടാതെ സദസ്സിന് വരിക. ആ സദസ്സിൽ നിന്ന് മറ്റു ഏറ്റെടുക്കണമെങ്കിൽ 1 എണ്ണം കൂടുതൽ ഏറ്റെടുക്കണം. അങ്ങനെ വേണം കുടുംബം. ഷിയാബ് തങ്ങൾ ചാരിറ്റി, നെരിപ്പറമ്പ് ചാരിറ്റി സൊസൈറ്റി 1 ലക്ഷം. ഹുസൈനാണ് പോണത്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഒരുപാട് പൊതുപ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ആളാണ് പിന്നെ ഹുസൈന്. അങ്ങനെയാണ് നമുക്ക് അതാണ് വേണ്ടത്. നമ്മൾ ഒരു ചലഞ്ച് മണ്ഡലം കമ്മിറ്റി. ഏതാ? മഹല്ല് കമ്മിറ്റി. നെരിപ്പറമ്പോ അതോ കടവ് മഹല്ല് കമ്മിറ്റി ഒരു ചലഞ്ച്. അയാത്ത് അഷറഫ് ഒരു ചലഞ്ച്. 4 ചലഞ്ചുകൾ ഒറ്റക്ക. നിങ്ങൾ കൂട്ടായ്മ. എന്താ കൂട്ടായ്മയുടെ പേര്? ഹോസ്പിറ്റൽ ട്രേഡേഴ്സ്. അന്ന് കമ്മിറ്റിക്ക് വന്ന ഒരു കൂട്ടായ്മയാണ് ഹോസ്പിറ്റൽ ട്രേഡേഴ്സ് എന്ന് പറയുമ്പോ ഈ നാട്ടിലെ നന്മക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു പറ്റം ചെറിയ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ഹോസ്പിറ്റൽ ട്രേഡേഴ്സ്. അവർക്ക് വിദേശത്തെ ആളുകളുണ്ട്, ഇവിടെ ഉണ്ട്. അതിൽ പണിയുള്ളവരുണ്ട്, പണിയില്ലാത്തവരുണ്ട്. കൂട്ടമായി നിന്നാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ഒറ്റക്കായി നിൽക്കരുത്. റസൂലുള്ളാഹി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 3 പേര് ചേരുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരാളെ നേതാവായി കാണണം. അവർക്ക് കുറ്റുണ്ടാവും, കുറവുണ്ടാവും, പക്ഷെ അവൻ സത്യസന്ധനാണോ നമ്മൾ നോക്കണം. അതാ പറഞ്ഞല്ലേ. ഒരു പേരെന്താ? കൗൺസിലർ അല്ലേ? ഇവിടുത്തെ പൊന്നാനിയുടെ കൗൺസിലർ അല്ലേ? പൊന്നാനിയുടെ നഗരസഭയിലെ കൗൺസിലറാണ് നസീം അല്ലേ? അവര് ഒരു സ്ഥലം ഞാൻ പറയില്ല. നിങ്ങൾ ആരും വേർക്കണ്ട, നിങ്ങൾ ഒറ്റക്ക് ഉണ്ടാക്കണ്ട.
നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആളെ കിട്ടി നിങ്ങൾ ഇന്നെ വിളിച്ചോളി. ഞാൻ ഈ 23 ദിവസം നിങ്ങൾ ഏത് പാതിരക്ക് വേണേൽ നിങ്ങൾ പറഞ്ഞുകൊടുത്ത് വന്നിട്ട് ഞാൻ നിങ്ങളെ കൂടെ നിൽക്കാം. അത് കൃത്യമായി നിങ്ങൾ പറയുമ്പോൾ അതിന് സത്യം ഉണ്ടാവണം. എത്ര ചലഞ്ചായി? 5000 റിയാൽ എത്രയായി? ഇന്ത്യൻ മണി 1 ലക്ഷം. 5000 റിയാല് സൗദി, ദുബായ് റിയാൽ. ആ, ഏകദേശം 1 ലക്ഷമായി. അപ്പൊ 4 ചലഞ്ചായി. നമ്മളിവിടെ 1000 500 വില ചെയ്തില്ല കേട്ടോ. 1000 500 5000 വില ആയിട്ടല്ല. അത് നമ്മള് 2ാം ഘട്ടം മാത്രം. ഒരു ചലഞ്ച്. നിങ്ങളെ പേരെന്താ? നിങ്ങളെ ജോലി എന്താ? കുടുംബമാണ്. ആയിക്കോട്ടെ, 4 ആള്. ഇവര് കുടുംബത്തിൽപ്പെട്ട 4 പേര് ചേർന്നിട്ട് നിങ്ങള് സഫ്വാന്റെ കുടുംബം, ഭാര്യയുടെ കുടുംബം, സഫ്വാന്റെ കുടുംബം, സഫ്വാന്റെ ഭാര്യന്റെ കുടുംബക്കാരോട് ആരാള് ഏറ്റെടുത്തേക്കോ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ അവരെ ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ കുവൈത്തിലെ വലിയ സംരംഭങ്ങളും ആളുകളും കോണ്ടാക്റ്റുകളും ഉള്ള ആളാണ്. മാങ്ങാട്ടിൽ നിന്ന് വന്നാണ് ഇവര്. ഇവരെന്തായാലും നിങ്ങൾ പറഞ്ഞോളി. 2 അവരെ കാക്കാന്റെ ഏട്ടന്റെ അളിയനാണ്, എന്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ വിളിച്ചിട്ട് വന്നതല്ല ഈ സദസ്സില്. അവര് കുടുംബം അതിന്റെ പേരിൽ വന്നതാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ 5 ചലഞ്ചായി. അവര് 4 ചലഞ്ച് ഫാമിലി അല്ലേ? അവര് ഫാമിലി ആയിട്ട് തന്നെ 4 ചലഞ്ച് കേട്ടോ. 4 ചലഞ്ച് ചെയ്ത് ഇവരെ അതേ എഴുതിക്കോളെ. നമ്മൾ ഈ സദസ്സിനെ നിങ്ങൾ ഒരിക്കലും അലങ്കോലാക്കരുത്. ഈ സദസ്സ് അലങ്കോലമാവാൻ പാടില്ല. നമ്മളെ പരിപാടി തല്ല. ഷാജി കാളിയത്ത് എത്ര പറഞ്ഞു? ഒരു ചലഞ്ചാ വിളിക്കാൻ വേണ്ടല്ലോ. ഷാജി കാളിയത്ത് ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ട് പോയാണ്. നമ്മളെ ബീരാൻക പോത്തനൂര് ഒരു ചലഞ്ച് എഴുതിക്കോളി. മാറിപ്പോരുത്. ബീരാൻക പോത്തനൂര് ഒരു ചലഞ്ച് 20 ലക്ഷം രൂപയാ. 20 ലക്ഷം രൂപയാ. ഗാലക്സി കടവ് 2 ചലഞ്ച്. ഗാലക്സി കടവ് 2 ചലഞ്ച്. വാവുക്കപ്പടി നെരുപ്പറമ്പ് ഗ്രൂപ്പ്, വാവുക്കപ്പടി നെരുപ്പറമ്പ് ഗ്രൂപ്പ് ഒരു ചലഞ്ച്. നിങ്ങളെന്താ ഒരാൾ മാത്രമേ ഇവിടെ എഴുതാനുള്ളൂ? നിങ്ങൾ പേരെന്താ? മുസ്തഫ. കൂട്ടായ്മയാണോ? തട്ടാരവളപ്പിൽ മുസ്തഫ കൂട്ടായ്മ 2 ചലഞ്ച് അല്ലേ? ഒരു ചലഞ്ച്. ആരാ? തറവാട് ക്ലബ്ബ് ഒരു ചലഞ്ച്. നിള കൂട്ടായ്മ 2 ചലഞ്ച്. നിലാട് കൂട്ടായ്മന്റെ ആൾക്കാരാരാ? സതീശേട്ടന്റെ കൂട്ടായ്മ. നിങ്ങൾ എന്താ ചെയ്യണേ? മണൽ തൊഴിലാളികൾ. അവര് കണ്ടില്ലേ? മണൽ തൊഴിലാളികള് 2 ചലഞ്ച് ഏറ്റെടുത്ത്. നിങ്ങളെ റംല കാലടി. നിങ്ങൾ കൂട്ടായ്മ കുടുംബം റംല കാലടി എന്ന് പറഞ്ഞ നിങ്ങൾ സഫുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കുഞ്ഞിമ്മ ഒരു ചലഞ്ച്. റംല കാലടി ഒരു ചലഞ്ച്. അങ്ങനെ വേണം കുടുംബങ്ങള് സദസ്സിൽ മടി കൂടാതെ വന്നിരിക്കുക. അവരെ കൂടുതൽ കൂടി നിൽക്കുക. നിങ്ങൾ കുടുംബത്തിന് ഒറ്റയ്ക്ക് 40 ലക്ഷം ഉണ്ടാക്കാൻ പറ്റൂല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അത് പൊതുസമൂഹം സഫ്വാനെ ഏറ്റെടുത്താൽ നിങ്ങൾ അവരെ കൂടെ നിന്നോട്ടാൽ മതി. ഈഗോ വർക്കൗട്ട് ചെയ്യാൻ അവിടെ പാടില്ല. സഫ്വാൻ എന്തായാലും ആവട്ടെ എന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല. അത് അവരുണ്ടായിക്കോളും. അവരെ പണിയല്ലേ. രോഗം ഞമ്മളല്ലോ. നാളെ നമ്മളെ വീട്ടിൽ കയറി വരണം. അപ്പോഴാ നമുക്ക് അറിയാം. നാളെ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെയുള്ള സംഗതികൾ കയറി വരുമ്പോ നമുക്ക് മനസ്സിലാവും. 91-92 യു പി സ്കൂളിലെ ഗ്രൂപ്പ് ഒരു ചലഞ്ച്. വോയിസ് ഓഫ് ഈശ്വരമംഗലം 2 ചലഞ്ച്. എക്സസ് ഫണ്ട് വന്നാൽ ഞാൻ 2 രോഗികളെ കാര്യം പറഞ്ഞുള്ളൂ. മറ്റുള്ള രോഗികൾ വന്നിട്ട് കമ്മിറ്റിയെ ബുദ്ധിമുട്ടിക്കരുത്. നമ്മളത് ഏറ്റെടുക്കൂല. എന്താ കാരണം വെച്ചാൽ എക്സസ് ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ പറയാം. എക്സസ് ഫണ്ട് വന്നു കഴിഞ്ഞാൽ ദുർയോഗം ചെയ്യൂല. പൊളിഞ്ഞു വീഴാതൊരു വീടാണ് സഫ്വാനുള്ളത്. ഓന്റെ രോഗത്തിൽ നിന്ന് മാറ്റിയ വീട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ മാത്രം ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. തുടർ ചികിത്സക്ക് 20,000 രൂപന്റെ മരുന്ന് വേണ്ടി വരും. ഡയാലിസിസ് കിഡ്നി മാറ്റി ആരിലൂടെ ഉണ്ടാവും. കിഡ്നി ഏകദേശം 20,000 രൂപ നമുക്ക് തുടർ ചികിത്സക്ക് വേണം. ആദ്യത്തെ ഫസ്റ്റത്തെ 6 മാസം 40,000 രൂപ വെച്ച് വരും. അപ്പൊ നമുക്ക് മാറ്റിവെക്കാനുള്ള ഫണ്ട് മാത്രം പോരാ. എന്തുകൊണ്ടാ മാറ്റിവെക്കാൻ അത്ര വലിയ പൈസ വരുന്നത്? അവരെ കുടുംബത്തിൽ ബി പോസിറ്റീവ് ഉള്ള ബ്ലഡ് ഇല്ലാത്തതിന്റെ പേരില്ല. അംസുപ്പ വെജിറ്റബിൾ ഒരു ചലഞ്ചാ.
ഒരു ചലഞ്ച്. അംസുപ്പ വെജിറ്റബിൾ ഒരു ചലഞ്ച്. നിങ്ങളെ പേരെന്താ? ടിപ്പർ. ഓ മനസ്സിലായി മനസ്സിലായി. ടിപ്പർ കൃഷ്ണൻകുട്ടിക്ക് വേണ്ടി വളരെയധികം പണിയെടുത്ത ഒരു കൂട്ടായ്മയാണ് ടിപ്പർ. ടിപ്പർ നിങ്ങൾ ആ ഒരു പേര് മൊത്തം പറഞ്ഞോളി. നിങ്ങളൊന്ന് പറഞ്ഞോളി. അവരൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ്. മലബാർ നേരത്തെ പറഞ്ഞല്ലേ വേറെ നെരുപ്പറമ്പ് മഹല്ല് കമ്മിറ്റി. ഈ മഹല്ല് കമ്മിറ്റി ഒരു ചലഞ്ച് ഏറ്റെടുത്തു. റസാഖ് ഭായി അതിന്റെ പ്രസിഡന്റാണ്. മഹല്ല് കമ്മിറ്റി ഒരു ചലഞ്ച്, മൂപ്പര് പേഴ്സണൽ ആയിട്ട് ഒരു ചലഞ്ച്. ആരും നെയ്റ്റ് പോകണ്ട. ഒരുമ കൂട്ടായ്മ 4 ചലഞ്ച്. നിങ്ങളെ പിടിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഇവിടെ നെയ്റ്റ് പോകേണ്ടതില്ല. നിങ്ങൾ മനസ്സാ വാച കർമ്മണ പറഞ്ഞ മാത്രമേ നിങ്ങളെ മേത്തേക്ക് വരുള്ളൂ. ഒരു സംശയവും നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്ക് 500 രൂപ ഇതിലേക്ക് കൊടുക്കാൻ പിന്നെ പാകമുള്ളൂ, 100 രൂപ കൊടുക്കാൻ പാകമുള്ളൂ. നിങ്ങളെ കൂട്ടായ്മയിൽ ചേർന്ന് നിങ്ങൾ ആ 25,000 രൂപ ഏറ്റെടുക്കുക. അതിനും നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഈ പിന്നെ QR കോഡും അതേപോലെ നമ്മൾ പോസ്റ്ററും ഒന്ന് ഷെയർ ചെയ്യാം. അതിനും നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 100 രൂപ എങ്ങനെയെങ്കിലും കമ്മിറ്റി ഒന്ന് ഏൽപ്പിക്കണം. ഇത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടിയുള്ളൂ. നിങ്ങളിവിടെ വന്നത് ഒരിക്കലും വെറുതാവില്ല. ഇവിടെ വന്ന് ഈ മണിക്കൂർ ചൂടും കൊണ്ട് നിങ്ങളിവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടും. ഒരു സംശയം നിങ്ങൾ ആ പ്രവർത്തനത്തിൽ കരുതണ്ട. ലൈവ് അവസാനിപ്പിക്കട്ടെ. ടീംസ് ഓഫ് കനാൽ നെരുപ്പറമ്പ് ഒരു ചലഞ്ച്. നിങ്ങളൊരു നിലാ ഗ്രൂപ്പ് പിന്നെ മണൽ തൊഴിലാളികൾ 4 എണ്ണം. ഇങ്ങനെ വേണം കൂട്ടായ്മകൾ. കണ്ടില്ല നിങ്ങള് പറഞ്ഞത് കൂട്ടാനുള്ള ടെൻഡൻസി അവർക്ക് അറിയാം. അത് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള അവരുടെ വിശ്വാസമാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ സമയങ്ങളിന് ഒരു സംശയവും നിങ്ങൾ കരുതണ്ട. നമ്മളെ ലൈവ് അവസാനിപ്പിക്കല്ലേ? എത്രയായി? 15. ഇനി വേണം നമുക്ക് 25 ലക്ഷം രൂപ ഇനി വേണം. അവന്റെ കൂടെ പഠിച്ച സഹപാഠികൾ ഒരു ചലഞ്ച്. സഫുവാന്റെ കൂടെ പഠിച്ച സഹപാഠികൾ ഒരു ചലഞ്ച്. ഒരു കൂട്ടായ്മകളും ഇവിടുന്ന് വെറും കൈയോടെ എണീച്ച് പോയത്. നിങ്ങളുടെ കൂട്ടായ്മന്റെ മാതൃകാ പ്രവർത്തനമാണ് നമ്മൾ സംസാരിക്കുന്നത്. മാതൃക നിർബന്ധമായി. നിങ്ങളുടെ ഏതാ കൂട്ടായ്മ? ആശാ വർക്കറാണ് ഒരു ചലഞ്ച്. ഈ വാർഡിലെ ആശാ വർക്കർമാർ ഒരു ചലഞ്ച് കേട്ടോ. ഷമീറെ അല്ല ഷർഫുദ്ദീനെ, ഈ വാർഡിലെ ആശാ വർക്കർമാർ ഒരു ചലഞ്ച്. അവരെ പേരൊന്നും എഴുതിക്കൊള്ളു. വർക്കർമാരുടെ നേതാവിന്റെ പേര് VV ഹംസ ഗ്രൂപ്പ് 2 ചലഞ്ച്. VV ഹംസ ഗ്രൂപ്പ് 2 ചലഞ്ച്. നന്മ നെരുപ്പറമ്പ് എത്ര ചലഞ്ചാ? 4 ചലഞ്ച്. നന്മ നെരുപ്പറമ്പ് കണ്ടങ്ങള് അവരിങ്ങനെ കാത്തിരിക്കുന്ന ബാബുട്ടനൊക്കെ എന്താവും റഫീഖാന്റെ ഈ പ്രവർത്തനം എവിടെ എത്തുമെന്ന് നോക്കട്ടെ എന്ന് വെച്ച് മുമ്പിൽ കാത്തിരുന്ന ഞാനൊക്കെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരിചയമുള്ള എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുള്ള ഒരാളാണ് ബാബുട്ടെ. എനിക്ക് വേണമെങ്കിൽ ആദ്യം ബാബുട്ടന്റെ പേര് പറയുന്നല്ലോ. എന്താ ഞാൻ പറഞ്ഞ കഴിഞ്ഞ കമ്മിറ്റിയില് എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച ഒരാളാണ് ബാബുട്ടൻ. ഞാൻ പറഞ്ഞില്ലല്ലോ. ഈശ്വരമംഗലം ന്യൂ വിദ്യാർത്ഥി കൂട്ടായ്മ 2 ചലഞ്ചിലെ UP പൂർവ്വ വിദ്യാർത്ഥികൾ. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ 2 ചലഞ്ച് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ 4 ആവുന്ന പറഞ്ഞത്. ഒരു ചലഞ്ച്. നിങ്ങളുടെ പേരെന്താ? SYS സാന്ത്വനം സെക്യൂർ അവരെ കൂട്ടായ്മയിൽ നിന്നും ഒരു ചലഞ്ച്. SYS ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങളും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുന്നതാണ് SYS. നമുക്കറിയാം അവർക്ക് എന്നും പിരിവാണ്. പക്ഷെ അവരിൽ നിന്ന് ഒരിക്കലും വിട്ടുവെക്കാൻ തയ്യാറല്ല. അതാണ് നമ്മൾ വേണ്ടത്. നമുക്ക് എല്ലാവർക്കും ചെലവുകളുണ്ട്. ആയിക്കോട്ടെ തീർച്ചയായും. തട്ടാരുവളപ്പ് ട്രസ്റ്റ് ഒരു ചലഞ്ച്. VV ഹംസ ട്രസ്റ്റ് 2 എണ്ണം. നിങ്ങൾ പോകരുത്. നമുക്കിത് പറഞ്ഞാൽ അതിന്റെ ചെറിയൊരു ആശംസകൾ കൂടി ഇവിടെ പറയാനുള്ള ആളുകളുണ്ട്. ഒരു അരമണിക്കൂറും കൂടെ നിന്നാൽ നമുക്ക് പോവാം. സമയം ഒരുപാട് വഴുകി തീർപ്പിക്കുന്നില്ല. ഇവിടെ 6 മണിക്ക് പള്ളിയിൽ ബാങ്ക് കൊടുക്കും. ഒരുപാട് ആൾക്കാർ ജമാഅത്തിന് പോകേണ്ടതുണ്ട്. സഫുവാന്റെ ഒരു കൂട്ടുകാരൻ ഒരു ചലഞ്ച്. ഇവിടെ ക്ലബുകളുണ്ടോ? ക്ലബുകളുടെ ആരിലുണ്ടോ? എന്തെങ്കിലും കൂട്ടായ്മകൾ ഒരിക്കലും നിങ്ങൾ ഉണ്ടാതിരിക്കരുത്. ഏതെങ്കിലും കൂട്ടായ്മകൾ ഇവിടെ ഇരിക്കണ്ട. കൂട്ടായ്മകൾ ഒറ്റക്ക് പറ്റിയില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും.
പിന്നെ സഫുവാന്റെ കൂട്ടുകാരാണുള്ളത്. സഫുവാന്റെ കൂട്ടുകാരൻ ആ അത് സഫുവാന്റെ കൂട്ടുകാർ ഇപ്പൊ ചലഞ്ച് എല്ലാവരാ. സഫുവാന്റെ കൂട്ടുകാരൻ ഒരു ചലഞ്ച് പറഞ്ഞില്ല, അവരുടെ പേര് പറഞ്ഞു. മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പൊന്നാനി സ്റ്റേഷൻ ഒരു ചലഞ്ച്. മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പൊന്നാനി സ്റ്റേഷൻ പരിധിയിൽ വർക്ക് ചെയ്യുന്നവർ ഒരു ചലഞ്ച്. മലപ്പുറം ജില്ലയിലെ ട്രോമാ കെയർ കൂട്ടായ്മ പൊന്നാനി ഏരിയയിലുള്ള വർക്ക് ചെയ്യുന്നത് അവരൊരു ചലഞ്ച്. പൈസ ആയിട്ടില്ല എന്ന് വെച്ചാൽ 15 ലക്ഷം തഞ്ഞ് നമുക്ക് 25 ലക്ഷം രൂപ വേണം. അപ്പൊ നിങ്ങൾ ഞങ്ങളെ വെയിൽ വിളിക്കാനും ഈ കമ്മിറ്റിക്കാരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെരുപ്പറമ്പ് യൂണിറ്റ് ഒരു ചലഞ്ച്. ഈ ചലഞ്ച് ഏറ്റെടുത്ത ആളുകള് വേണമെങ്കിൽ റെസീറ്റ് കൊണ്ടുപോകട്ടോ. ഇവിടെ റെസീറ്റ് ബുക്ക് ഉണ്ട്. നിങ്ങൾ പിരിക്കാൻ ഒരിക്കലും വേർക്കണ്ട. നാളെ നിങ്ങൾ ഒരിക്കലും എന്നെ പ്രാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങൾക്ക് പറ്റും എന്നുള്ള ഉറപ്പ് ഞാൻ തരാം. റെസീറ്റ് ബുക്ക് കിട്ടും. നിങ്ങളെ പേര് എഴുതി നമ്പർ എഴുതി 1, 2, 3, 10 റെസീറ്റ് ബുക്ക് പണി വാങ്ങാം. ഒരു ചലഞ്ചുകൾ ഒറ്റയ്ക്ക് ഏറ്റെടുക്കാം. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഒന്നും കൂടി ഒരു ചലഞ്ച്. നിങ്ങൾ നേരത്തെ പറഞ്ഞ നിങ്ങളല്ല. നിങ്ങളെ പേരെന്താ? ഏതാ ഗ്രൂപ്പ്? ഇല്ല, സീനത്തെ ഒരു ചലഞ്ച് കേട്ടോ. സ്ത്രീകള് ഇവിടെ വന്ന സ്ത്രീകൾ വളരെ കുറച്ചുള്ളൂ. പക്ഷെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ സഫ്വാനെ പരിചയമുള്ള നമ്മള് അല്ലെങ്കിൽ ഇത് കേട്ട് വന്ന നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആയി പോവാൻ ഒരിക്കലും പാടില്ല. എത്ര തുറക്കൽ ഫാമിലി ഒരു ചലഞ്ച്. അതാ പറഞ്ഞത്, അവരെ കുടുംബത്തിന്റെ പേരിൽ അവരെ ഏറ്റെടുക്കുന്നത്. നമുക്ക് എല്ലാവരും കുടുംബമുണ്ട്, ഫാമിലികളുണ്ട്. OSF ഈശ്വരമംഗലം ഒരു ചലഞ്ച്. അല്ല, തുറക്കൽ ഫാമിലി എന്ന് പറയുമ്പോൾ സഫ്വാന്റെ ഫാമിലി കരിയിലാണ്. തുറക്കൽ ഫാമിലിയാണ് ഏറ്റെടുക്കുന്നത്. നമ്മളെല്ലാവരും ഇതുപോലത്തെ ഫാമിലി ഗ്രൂപ്പുകളില് നേരം വെളുത്ത വൈകുന്നേരം വരെ സൊറ പറഞ്ഞിരിക്കുന്ന ആളുകളാണ്. ആ സൊറ പറഞ്ഞിരിക്കുന്ന നേരം നിങ്ങളെ വീട്ടിൽ ചോറായോ, നിങ്ങളെ വീട്ടിൽ എന്താ കറി, മീൻകറിയാണോ പച്ചക്കറിയാണോ ചോദിക്കണതിന്റെ ഇടയിൽ കൂടെ നമ്മളെ സഫ്വാന് വേണ്ടിയിട്ട് ഒരു 500 രൂപ മാത്രം ചോദിച്ചാൽ മതി. വെറും 500 രൂപ. V1 വാസ്പടി ചാരിറ്റി ഗ്രൂപ്പ് ഒരു ചലഞ്ച് അല്ലെ. അവർ ഒരു ചലഞ്ചാണ് ഏറ്റെടുത്തത്. ഇൻഷാല്ലാ 2 ചലഞ്ച് പൂർത്തീകരിച്ചാൽ മുന്നോട്ട് വരും. നിങ്ങൾ കണ്ടോളി, ഈ ഏറ്റെടുത്തവരാരും മോശക്കാരല്ല. നിങ്ങൾ കണ്ടോളി, എന്റെ വാക്ക് നിങ്ങളെ ഹൃദയത്തിൽ നിങ്ങൾ എഴുതി വെച്ചോളി. ഈ ഏറ്റെടുത്ത ആളുകൾ 4 ഒരു 5 ആക്കും. 1/2 ഡസൻ ഏറ്റെടുത്തോളൂ, 1 ഡസൻ ആക്കും. അത് ഒരു സംശയം എന്താ അത് ഇവിടെ പ്രഖ്യാപിക്കുന്ന സമയത്ത് കേൾക്കാനും ഇത് കാണാനും വരാനുള്ള മനസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. നിങ്ങളുടെ പേരെന്താ? കുഞ്ഞുമോൻ. കുടുംബ ഫാമിലി ആണോ? എന്താ ഫാമിലിയുടെ പേര്? അമ്മാമൻ. കുഞ്ഞുമോൻ എന്ന് പറഞ്ഞാൽ ഇവരെ അമ്മാമൻ ഒരു ചലഞ്ച്. കുഞ്ഞുമോൻ അവര് ഫോൺ നമ്പർ എഴുതിക്കോളി. അതൊന്നും ഞാൻ കുറ്റക്കാരാവില്ല. കുഞ്ഞുമോൻ അവരെ അമ്മാമനാ. CPM ഈശ്വരമംഗലം ബ്രാഞ്ച് ഒരു ചലഞ്ച്. ഇതിനാവണം പാർട്ടി സംഘടനകളൊക്കെ. CPM ഈശ്വരമംഗലം ഒരു ചലഞ്ച്. പോസ്റ്റ് ഔട്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഉണ്ടല്ലേ? വേണം. ഈ ഈശ്വരമംഗലം CPM ബ്രാഞ്ച് കമ്മിറ്റി ഒരു ചലഞ്ച് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇനിയുണ്ട് ഇവിടെ പാർട്ടിക്കാരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ടീം വാട്സപ്പ് ഗ്രൂപ്പ് നെയ്തല്ലൂർ ഒരു ചർച്ച. ടീം വാട്സപ്പ് ഗ്രൂപ്പ് എന്നവരുടെ പേര്. ടീം വാട്സപ്പ് ഗ്രൂപ്പ് അവരെ പ്രതിനിധികൾ നമ്പറുകൾ വാങ്ങണം. കമ്മിറ്റിക്കാർ ഫോൺ നമ്പർ വാങ്ങണം. നിർബന്ധമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അവർക്ക് വേണ്ട മെറ്റീരിയൽ അവരെ വീട്ടിൽ എത്തിച്ചു കൊടുക്കണമെങ്കിൽ അവരെ വീട്ടിൽ എത്തിച്ചു കൊടുക്കണം. അവര് പറയുന്ന സ്ഥലത്ത് ഇപ്പൊ മെറ്റീരിയൽ അവർ വാങ്ങിയില്ലേ പറയുമ്പോൾ എത്തിച്ചു കൊടുക്കണം. മനസ്സുകൾ കാണിക്കണം. പിന്നെ പൈസ കിട്ടില്ല എന്ന് കൊണ്ട് കാര്യം ഉണ്ടാവില്ല. അവരെ ഫോൺ നമ്പർ കൃത്യമായി വാങ്ങണം. അവരെ സ്ഥലം എഴുതണം. അവർക്ക് വേണ്ട മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കണം. ഷെഫീഖ് ചുള്ളിക്കൽ ഒരു ചലഞ്ച്. നമ്മൾ മണികണ്ഠൻ അവിടെ. മണികണ്ഠൻ ഇതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന മണികണ്ഠൻ അവിടെ. മണികണ്ഠനൊക്കെ ആവശ്യമുണ്ട്. മണികണ്ഠൻ വരെ കണ്ടില്ല നിങ്ങള്? ഇതാ മണികണ്ഠൻ. അല്ലേ? ഏത് നേരം നോക്കിയാലും സഫ്വാന് വേണ്ടി 2-3 മാസം ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന് ചിന്തിച്ചാലാ മണികണ്ഠൻ. ഈ നമ്മളെ കമ്മിറ്റിയുടെ ആളാണ്. ഒരു ചലഞ്ച് ചെയ്യാൻ മണികണ്ഠനെ ഏൽപ്പിക്കാം.
മഞ്ഞുകണ്ഠനെ ഞാനും കൂടി സഹായിക്കും. കോട്ടത്തറ നാസർ ഒരു ചലഞ്ച്. ഇവിടെയാണ് നമ്മൾ ജാതിയും മതവും അതിരുവരമ്പുകളൊക്കെ മറക്കേണ്ടത്. ഇവിടെ നമ്മൾ ഒരുമിച്ചില്ലെങ്കിൽ നമുക്ക് എവിടെ ഒരുമിക്കാൻ പറ്റാം? ഇവിടെ നമ്മൾ ഒരുമിച്ചില്ലെങ്കിൽ ഇവിടെ ഞങ്ങളോട് പറയാണ്, റഫീഖ് നെഹലിന് ഒരിക്കലും ഇത് ഒറ്റയ്ക്ക് സാധ്യമല്ല. ഈ കൂട്ടങ്ങളും നിങ്ങളും എന്റെ കൂടെ ഉള്ളതാണ് ഇതിന്റെ ധൈര്യം. എനിക്കൊരു നേതൃത്വം കൊടുക്കാനും ഇതിനു വേണ്ടി ഓടി നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. 3 ദിവസം തുടർച്ചയായിട്ട് ഇതിന്റെ പിന്നാലെ ഞാൻ പോയിട്ടുണ്ട്. ഇനി വരുന്ന 23 ദിവസം ഇവർ പറയുന്ന സമയത്ത് അത് ഏത് പാതരക്കും വരെ കൂടെ ഉണ്ടാവും. ഇനി നമുക്ക് നമ്മളെ ഗൂഗിൾ പേന്റെ QR കോഡും അതുപോലെ തന്നെ ആരും പോയിട്ടോ, ഒന്ന് ബാക്കിയുള്ളവർ കയറിക്കണേ. നമ്മളെ സദസ്സ് അലങ്കോലാക്കരുത്. ഗൂഗിൾ പേന്റെ QR കോഡിന്റെയും സ്കാനർ അലോൺസ് ചെയ്യാം. ദയവ് ചെയ്ത് എന്റെ സുഹൃത്തുക്കൾ ഒന്ന് കയറിയേക്കണം. ഒരു കസാര പോലും കാര്യമായിട്ട് കാണാൻ പാടില്ല. അപ്പൊ എന്റെ പരിപാടി പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം. ഈ മുമ്പിലിരിക്കുന്ന കസാര മുഴുവൻ നിങ്ങളൊന്ന് ഫില്ലാക്കി തരണം. ഈ ഇരിക്കുന്ന കസാരകളിൽ ദയവ് ചെയ്ത് എന്റെ കൂട്ടുകാരൊന്ന് കയറിയിരിക്കണം. പാലക്കൽ കുഞ്ഞാമുക്ക ഫാമിലി 2 ചർച്ച. കുഞ്ഞാമുക്ക ഫാമിലി പാലത്തിങ്ങൽ. ഇത് ആരും കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണേ? ഒരാളെ വിളിക്ക്. ബാബോട്ടൻ നേരത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. ഇതെന്നാ റഷീദൊക്കെ ഉദ്ഘാടനം ചെയ്യട്ടെ. ഇവിടുത്തെ ഒരു ബിസിനസ് പൗരപ്രമുഖനും ഇതിനു വേണ്ടി വിദേശത്ത് നിന്ന് ഇവിടെ വന്നു. വിദേശത്ത് ഇനിയും അനേകം പ്രവർത്തനങ്ങളെ നടത്താനും അതുപോലെ തന്നെ ഈ ചലഞ്ചിലേക്ക് മൂപ്പരെ പരിചയങ്ങളെ ഒക്കെ ഇതിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ അത്ഭുതപ്പെടും. ഇവിടെ പ്രഖ്യാപിക്കുന്ന സമയത്ത് റഷീദൊക്കെ പ്രവർത്തനങ്ങൾ കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. റഷീദൊക്കെ തന്നെ ഉദ്ഘാടനം ചെയ്യും. അല്ല, മൂപ്പരെ നമ്മൾ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. നമ്പർ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കൊരട്ടിയിൽ നിങ്ങൾ പോയ ആളുകളെ നോക്കണ്ട, അവര് തിരക്കിൽ പോട്ടെ. അത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കണ്ട. തിരക്കുള്ളവര് പോട്ടെ. നമ്മുടെ മനുഷ്യന്റെ തിരക്ക് മാറുന്ന സമയം ഉണ്ടാവില്ല. കൊരട്ടിയിൽ ശ്രീധരേട്ടൻ 10,000 പറയില്ലപ്പോ 10,000 പറഞ്ഞ ശ്രീധരേട്ടൻ എവിടെ? നിങ്ങള് 25,000 ചലഞ്ച് ഏറ്റെടുക്കണേ. അതുണ്ട്. അതിന്റെ പുറമെ ബ്രാഞ്ചിന്റെ വേറെ എന്താ ചെറിയ എമൗണ്ടിലേക്ക് നമ്മൾ ഇപ്പൊ പോവും. നമ്മള് 2ാം ഘട്ടത്തിൽ നിങ്ങൾ ഇതേപോലെ ഈ ഹോളിൽ വിളിക്കും. അപ്പോൾ നിങ്ങൾ വരണം. നമ്മളെ ചലഞ്ച് എത്തൂലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് 1000, 500, 2000 ഒക്കെ ഏറ്റെടുക്കാം. PDP ഇവിടുത്തെ ഈശ്വരമംഗലം PDP ബ്രാഞ്ച് കമ്മിറ്റി ഒരു ചലഞ്ച്. PDP പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഒരു ചലഞ്ച്. ഇനി നമ്മളതായിട്ട് നമ്മളെ QR കോഡ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാണ്. ഇനി നമ്മളെ നോട്ടീസുകളിലും അതുപോലെ തന്നെ പോസ്റ്ററുകളിലൊക്കെ ഈ QR കോഡും അതുപോലെ തന്നെ ഈ അക്കൗണ്ട് നമ്പറും അതേപോലെ തന്നെ ഇതിന്റെ GPay നമ്പറും ഉണ്ടാവുക. 8 അക്കൗണ്ടുകളായിട്ടാണ് നമ്മളെ അക്കൗണ്ട് നമ്പറുകൾ ഉള്ളത്. ചെയ്യാൻ ഒറ്റ GPay നമ്പറേ ഉള്ളൂ. ഇതിന് വേറെ തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചലഞ്ചുകൾ നിങ്ങൾക്ക് നിങ്ങളെ ഫോണിൽ സ്വീകരിക്കാം. ചലഞ്ച് നിങ്ങൾ ഒന്ന് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് 2 എണ്ണാക്കി 3 എണ്ണാക്കി ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇപ്പൊ ഉദാഹരണത്തിന് 25,000 ചലഞ്ച് ഏറ്റെടുത്തവർക്ക് 30,000 രൂപ കിട്ടിയതായി 1.5 ചലഞ്ച് ആയിട്ടുള്ളൂ. ആ 30,000 കൂടുതൽ കൂടെ ഏൽപ്പിക്കാം. 2 ചലഞ്ചിന് 50,000 രൂപയാണ്. 48,000 ആയുള്ളൂ. 2,000 കൂട്ടി വെക്കാൻ ഒരു നിലക്കും പറ്റണില്ലേ? 48,000 രൂപ ഏൽപ്പിക്കാം. ഈ ചലഞ്ച് ഏറ്റെടുത്ത ആളുകള് 25,000 ആവാതെ കിടന്ന് വയർക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഈ കൂട്ടായ്മയിലുള്ള ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളെ നിങ്ങൾ വിളിക്കണം. ഇതിന്റെ ചെയർമാനും കൺവീനറും നിങ്ങൾ വിളിച്ചിട്ട് പറയണം, എനിക്ക് ആവണില്ല, എന്താണ് ഇനി 2ാം ഘട്ടം ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മതി. അതിനുള്ള വഴി നമ്മൾ പറഞ്ഞുതരും. എന്നാ നമ്മള് ഇതിന്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കാൻ ഒന്ന് മാറിക്കൊടുക്കി. കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഒന്നുണ്ട് വരി. കമ്മിറ്റി ഭാരവാഹികൾ പുറത്തു നിൽക്കാതെ ഒന്ന് ഹാളിലേക്ക് കടന്നു വരണം. കമ്മിറ്റിക്കാരെ വരൊക്കെ ഒന്ന് കാണട്ടെ. കമ്മിറ്റിയിലെ ഫൈസലുണ്ട് വരി, നൗഫലുണ്ട് വരി, ദേവൻ ഭയോ, നൗഷാദ്. കമ്മിറ്റി ഭാരവാഹികള് ഈ മഹലിന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്പല കമ്മിറ്റിയുടെ നേതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരണം. അമ്പല കമ്മിറ്റിയുടെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കടന്നു വരണം. നമുക്ക് ഈ വിഷയത്തിൽ രാഷ്ട്രീയമില്ല, മതമില്ല, അതെങ്കിൽ വേറെ വർണ്ണങ്ങളില്ല, സംഘടന ഇല്ല, ഒന്നുമില്ല. ഈ വിഷയത്തിൽ ഒറ്റ ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ. സഫ്വാനെ രക്ഷപ്പെടുത്താം. 40 ലക്ഷം രൂപ 23 ദിവസം കൊണ്ട് ഉണ്ടാക്കുക. എന്നാ തുടങ്ങല്ലേ? ഒന്ന് തുടങ്ങിക്കോളൂ. അനീഫാക്ക വരി. നസറുദ്ദീൻ ഷമീർ ചുള്ളിക്കൽ വരി. നസറുദ്ദീന് കടന്നു വരി. ഒന്ന് പെട്ടെന്ന് ആളുകളെ ഒന്ന് മുഷിപ്പിക്കാൻ പാടില്ല. അംസപ്പ ഒന്ന് കടന്നു വരും. അംസപ്പ. ആരിഫ് നെരുപ്പറമ്പ് ഒന്ന് കടന്നു വരി.
അതന്നെ ഇന്ന് ഉച്ചക്ക് ഞാൻ കണ്ടൊരു കാഴ്ച. ഇതിനു വേണ്ടി വിഷമിച്ചിട്ട് ഇതിനു വേണ്ടി ഷെഡ് കെട്ടി ഇതിനു വേണ്ടി മീറ്റിംഗ് ചേർന്ന് ഒരാൾക്കൊന്ന് വയ്യാതായി. ഒരാൾക്ക് പ്രഷർ, ജീവിതത്തിൽ ആൾക്ക് പ്രഷർ കൂടിയിട്ടില്ല. അപ്പൊ എന്താണ്, റഫീഖ് ഏൽപ്പിച്ച 40,000 നമ്മൾ പരാജയപ്പെടും എന്നുള്ള ആവലാതിയാണ് അദ്ദേഹത്തിന്. നിങ്ങളൊന്ന് ആലോചിച്ച ഒരു കൂട്ടുകാരന്റെ സ്നേഹം. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹം എന്തായാലും ഈ വേദിയിലേക്ക് കടന്നു വരണം. ഞാൻ വന്നിട്ട് ഈ നേരെ വരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നലെ വരെ ഇതിന് മുന്നിലുണ്ടായിരുന്നാണ്. അല്ലെ, മാറി നിൽക്കണം ഞങ്ങള്. അതാണ്, ഒരു പേരിനോ പ്രശസ്തിക്കോ എല്ലാം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന. പേരിന് പ്രശസ്തി നമുക്ക് ഇവിടെ ആവശ്യമില്ല. അത് നമുക്ക് ഒരുപാട് സ്പേസുകൾ വേറെ ഉണ്ട്. എന്നാ തുടങ്ങല്ലേ? അലിവരി ഒരുമ കൂട്ടായ്മയുടെ അലിവരി. ഒരുമ കൂട്ടായ്മ ഇതിൽ എന്തിനായിട്ടെടുത്തണം? വോയിസ് ഓഫിന്റെ മുസ്തഫ എല്ലാരും ഉണ്ട്. എന്നാ തുടങ്ങട്ടെ. ഇത് നമ്മളെ വലിയൊരു ചടങ്ങാണിത്. ഇത് കഴിഞ്ഞ 5 മണിക്ക് ഇത് കഴിഞ്ഞ് നിർത്തിയ പാടം നമ്മളെ ഓഫീസിന്റെ ഉദ്ഘാടനം നമ്മുടെ കർമ്മ റോഡിലുണ്ട്. കർമ്മ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ നമ്മളെ ഓഫീസ്. ആ ഓഫീസിൽ നിങ്ങൾ എല്ലാവരും ബന്ധപ്പെടണം. ആ ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്ന് ഇത് കഴിഞ്ഞ ഉടനെ നടക്കും. ബാബയുടെ നിക്കി സമയം ഹുസൈൻ വരി. ചെയ്തോ എല്ലാരും സാധനത്തിന്റെ എല്ലാരും സമ്മതം തന്ന് നമ്മൾ ചെയ്യണം. ഒന്ന് കൈയടിച്ച് പാസ്സായിക്കോളെ. ഈ ഒരു പിന്നെ അക്കൗണ്ട് നമ്പർ, ഈ ഒരു QR കോഡ്, ഈ ഒരു നമ്പർ മാത്രമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് കാണുള്ളൂ. നോട്ടീസിലൊക്കെ ഈ QR കോഡ്, ഈ നമ്പർ ഉണ്ടാവും. ഇതിലാണ് 500, 1000, 100, 5, 10 നിങ്ങൾ ജീപ്പ് ചെയ്യിപ്പിക്കേണ്ടത്. ഏറ്റെടുത്ത കൂട്ടായ്മകൾ ഇതിലേക്ക് ജീപ്പ് ചെയ്യിപ്പിക്കരുത്. അത് നിങ്ങൾ ഇൻഡിവിജ്വൽ നിങ്ങൾ ജീപ്പേക്ക് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ആ രസീറ്റ് ബുക്കിൽ എഴുതിയിട്ട് ഇവിടെ കൊടുത്തരാം. രസീറ്റ് വാങ്ങേണ്ടത്. രസീറ്റ് വാങ്ങാത്തവരുണ്ടെങ്കിൽ ആ 25,000 കൊടുന്നരാം. അത് കടന്നാൽ അത് കടന്നതും കൊടുന്നരാം. അത് നിങ്ങളെ ഒരു താല്പര്യമാണ്. പക്ഷെ ഇത് പുറത്ത് ഔട്ട് ചെയ്യേണ്ടത് ഈ അക്കൗണ്ട് നമ്പറുകളാണ്. കുറഞ്ഞ സംഖ്യകളൊക്കെ ചെയ്യേണ്ടത് ഇതിലൂടെയാണ്. ആർക്കും സഫ്വാന് വേണ്ടി ഏത് രീതിയിൽ സഹായിക്കാം. നിങ്ങളാരും എനിക്ക് കൂട്ടായ്മയിൽ ഏറ്റെടുക്കാൻ പറ്റിയ കൂട്ടായ്മ ഉണ്ടായില്ലല്ലോ, എനിക്കൊരു 25,000 ഒപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ, പ്രയാസങ്ങൾ വേണ്ട. അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ സംവിധാനം ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരു ചലഞ്ച് ഏറ്റെടുത്താൽ ഒരു കാരണവശാലും നിങ്ങൾ പരാജയപ്പെടില്ല. അത് ഞങ്ങൾക്ക് വാക്ക് തരാം. സഫ്വാന്റെ വിഷയത്തിന് വേണ്ടി നിങ്ങൾ ഇതിന് ഒരു ചലഞ്ച് ഏറ്റെടുത്ത ഒരാള് പരാജയപ്പെട്ടത് ഒരിക്കലും 23 ദിവസം കഴിഞ്ഞ് പിന്നെ ജനുവരി 5 കേൾക്കേണ്ടി വരില്ല. ഇത് പ്രസിദ്ധീകരിച്ചില്ല അല്ലെ? എന്താ പേര്? മൊയ്തീൻ മാസ്റ്റർ ഒരു ചലഞ്ച് നമ്പർ ആയിരിക്കും കേട്ടോ. മൊയ്തീൻ മാസ്റ്റർ ഒരു ചലഞ്ച്. ഈ GPay നമ്പർ നമ്മുടെ പോസ്റ്ററുകളിൽ ഉണ്ടാവും, നമ്മുടെ ഫേസ്ബുക്കിൽ ഉണ്ടാവും, ഈ ലിങ്കില് ഈ നമ്പർ ഉണ്ട്. ഈ സമയം തന്നെ ഇത് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാസികള്, ഈ നാടിന്റെ അപ്പുറത്തുള്ള കേരളത്തിനകത്തും പുറത്തുള്ള ഇന്ത്യയിലുള്ള ഇത് കേൾക്കുന്ന സഹോദരങ്ങളൊക്കെ ഇതിലേക്ക് ജീപ്പ് ചെയ്യണം. KV ബാവക്ക ഫാമിലി ഒരു ചലഞ്ച്. കടവ് മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കടവ് കമ്മിറ്റി ഒരു ചലഞ്ച്. ഇമ്പിച്ചിക്ക വ്യക്തിപരമായിട്ട് ഒരു ചലഞ്ച്. ഇമ്പിച്ചിക്ക നിങ്ങൾ എന്ത് കൂട്ടായ്മല്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും കൂട്ടായ്മയുള്ള ഒറ്റപ്പെട്ടിരിക്കണ്ട. കൂട്ടായ്മ ഒരു 10 ആളെ വെച്ചിട്ട് ഒരു കൂട്ടായ്മ നിയന്ത്രിക്കുന്ന അതിന്റെ അഡ്മിൻ ഗ്രൂപ്പിലെ അഡ്മിന്മാരോ അല്ലെങ്കിൽ അതിന്റെ ചെയർമാനോ കൺവീനറോ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരെങ്കിലും ഏറ്റെടുക്കാതെ ഇരിക്കുന്നുണ്ടോ? അങ്ങനത്തെ ഒരാൾ ഈ കൂട്ടായ്മ ഈ ഓഫീസിൽ നിന്ന് പോകരുത്, ഈ ഹാളിൽ നിന്ന് പുറത്തു പോകരുത്. എന്താ കാരണം വെച്ചാല് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, സഫ്വാന് വേണ്ടി ഇത്രയും വിഷയങ്ങളുടെ കേട്ടിരുന്നിട്ട് നിങ്ങൾ വെറും കൈയോടെ മടങ്ങി പോവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത്രയും പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കൂല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. തിരുത്തിയിലുള്ള ഞാനിതിന് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ നെരപ്പറമ്പിലും പരിസര പ്രദേശത്തുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് സഹകരിച്ചുകൂടാ എന്നാ ഞാൻ ചോദിക്കുന്നത്. ആരെങ്കിലും ഉണ്ടോ കൂട്ടായ്മകളിലെ? ഇനി ആരെങ്കിലും ഉണ്ടോ? നമുക്ക് അവസാനിപ്പിക്കേണ്ടത് സമയം ഏറെ വഴുകി, നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഇനി ഉണ്ടോ? ആരെങ്കിലും? അബൂ താഹിർ പറ്റാളത്ത് നമ്മുടെ ഓൺലൈനിലൂടെ അബൂ താഹിർ പറ്റാളത്ത് ഒരു ചലഞ്ച് അല്ലേ? നമ്മളെ ലൈവ് കണ്ടിട്ട് ഓൺലൈനിലൂടെ അബൂ താഹിർ പറ്റാളത്ത്. അതേപോലെ UAE-യിലോ അല്ലെങ്കിൽ GCC കൺട്രിയിലോ യൂറോപ്പിലോ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ ചലഞ്ച് ഇതിൽ എഴുതിയിടണം. നമ്മുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ഹംദാനാണ്. അബ്ദുസലാം ഓൺലൈനിൽ ഒരു ചലഞ്ച് എഴുതിച്ചോളി. നിങ്ങള് ഓൺലൈനിൽ അതിന്റെ
ഈ ചലഞ്ച് ഏറ്റെടുക്കുന്ന എന്റെ ഓൺലൈൻ സുഹൃത്തുക്കള് നിർബന്ധമായിട്ടും നിങ്ങളെ കോണ്ടാക്ട് നമ്പർ അതിലൊന്ന് രേഖപ്പെടുത്തിയാൽ മതി. നിങ്ങളെ ഇവിടുത്തെ കമ്മിറ്റി പ്രവർത്തകർ ബന്ധപ്പെടും. എന്റെ കയ്യിൽ നിങ്ങൾ ആരും ഒരു രൂപ പോലും തരേണ്ടതില്ല. ഇതിന്റെ കമ്മിറ്റിക്ക് കൺവീനർ ഉണ്ട്, പ്രോഗ്രാം കോർഡിനേറ്റർമാരുണ്ട്, ഫിനാൻഷ്യൽ കോർഡിനേറ്റർമാരെ ഞാൻ നിയമിച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ നിങ്ങൾ ആരും 10 പൈസ ഇത് കൊടുത്തു തരേണ്ടതില്ല. എന്റെ കൈ കൊണ്ട് ഞാൻ വാങ്ങൂല. നാളെ വിവാദത്തിലേക്ക് വലിച്ചയക്കാൻ എന്നെ കിട്ടില്ല. എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രവർത്തനം എത്രയും നിർത്തിക്കോളാം എന്നുള്ളത്. എന്താ വെച്ചാൽ ചീത്തപ്പേര് കേൾക്കാൻ ഏറ്റവും നല്ല മേഖലയാണ് ചാരിറ്റി മേഖല. അതുകൊണ്ടാണ് പേടി, വേറെ ഒന്നുമല്ല. എന്റെ കുടുംബം ജീവിക്കാനും എന്റെ സഹപ്രവർത്തകർ ജീവിക്കാനും ഞാൻ തന്നെ ഇഷ്ടംപോലെ അധ്വാനിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ എനിക്കതിന് സാധ്യമല്ല. ഓൺലൈനിൽ കാണുന്ന എന്റെ സഹപ്രവർത്തകര് ഈ സൗണ്ട് സുതാര്യമായി ചാരിറ്റി ചെയ്യുന്ന ഈ പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുക്കണം. ഇതുപോലെ നിങ്ങളുടെ നാട്ടിൽ വരെ രോഗികളുണ്ടെങ്കിൽ അവരെ മരണത്തിന് വിട്ടുകൊടുക്കാതെ, അവരെ സോഷ്യൽ മീഡിയയിൽ കരയിപ്പിക്കാതെ നിങ്ങൾ ഇതുപോലത്തെ കൂട്ടങ്ങൾ വിളിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേ പ്രവർത്തനം നിങ്ങൾ തവനൂരിന്റെ പ്രവർത്തനം, അതുപോലെ തന്നെ ഈശ്വരമംഗലത്തിന്റെ പ്രവർത്തനം നിങ്ങൾ മാതൃകയാക്കണം എന്നൊക്കെ പറയുന്നത്. സുതാര്യമായിട്ട് നിങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കണം. ഇന്നൊന്നിരിക്കോ, നമുക്ക് നന്ദി പറഞ്ഞ് പിരിയാം. ഏതായാലും വഴുകി എല്ലാവരും പോകണം. ഒറ്റ മിനിറ്റ് ഇരിക്കോ, നന്ദി പറഞ്ഞ് കമ്മിറ്റിയുടെ നന്ദി കേട്ട് നിങ്ങൾക്ക് പോവാം. പ്ലീസ് ഒറ്റ മിനിറ്റ് ഒന്ന് കയറിയിരിക്കോ. ഒറ്റ മിനിറ്റ് നന്ദി പറയാം. ലോക്ഷർ അല്ലെ, ലോക്ഷർ ക്ലബ്ബ് കോട്ടത്തറ ഒരു ചലഞ്ച്. ലോക്ഷർ ഒന്നിരിക്കോ, നമുക്ക് നന്ദി പറയാൻ പോകണം. ആരാ നന്ദി പറഞ്ഞേ? നിങ്ങൾ ആ ബക്കറ്റ് കളക്ഷൻ നടത്തില്ല. നമ്മൾ ബക്കറ്റ് കളക്ഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഉള്ള പോക്കറ്റിലുള്ള എന്തെങ്കിലും ഒരു പൈസ നിങ്ങൾ ഇതിലേക്ക് ഒന്ന് ഇടണം. പോക്കറ്റിലുള്ള ഒരു ബക്കറ്റ് കളക്ഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ആദ്യം ഇടാം. പോക്കറ്റിലുള്ള എന്തെങ്കിലും ഒരു പൈസ നിങ്ങൾ ഇതിലേക്ക് ഒന്ന് ഇടണം. ഫസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങളത്. ഇപ്പൊ നിങ്ങൾ കൊടുന്നതില് 100 രൂപ ഉണ്ടെങ്കിൽ 100 രൂപ, 10 രൂപയാണെങ്കിൽ 10 രൂപ നിങ്ങൾ ഇതിലേക്ക് ഒന്ന് ഇടണം. നമ്മൾ ഈ ബക്കറ്റുകളിൽ വിജയിക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തെ ബക്കറ്റുകൾ പിടിച്ച് നമ്മളെ പ്രവർത്തകരെ പല സ്ഥലത്തും സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കാണും. എന്റെ ഫേസ്ബുക്കിലൂടെ കാണുന്ന എന്റെ സഹപ്രവർത്തകർ ഞങ്ങൾക്ക് ഫണ്ട് ആവല് കുറവാണെങ്കിൽ ഞങ്ങള് ബക്കറ്റും പിടിച്ച് റോഡുകളിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ മെയിൻ മാർക്കറ്റിലും ഒക്കെ ഞങ്ങൾ ഉണ്ടാവും. അവിടെ നിങ്ങൾ ബഹ്റൈനി ഘടകം പൊന്നാനി തിരൂർ താലൂക്ക് കൂട്ടായ്മയിൽ നിന്നും ഒരു എമൗണ്ട് ഒരു ചലഞ്ച് ആയിരിക്കും. ആ ചലഞ്ച് എത്രയും നിങ്ങൾ എഴുതണം. നിങ്ങൾ ഫോൺ നമ്പർ എഴുതണം. അയ്യനിക്കൽ അബു 5000. എന്തെങ്കിലും കൊടുന്ന പേഴ്സുള്ളവര് പോക്കറ്റിൽ ഒന്ന് കൈയിടണം. 10 രൂപ മതിരിക്കും. 10 രൂപ മതി. എന്തെങ്കിലും വന്ന ആളുകൾ നിങ്ങൾ കയ്യിലുള്ളത് മതി. ഒരു സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടി, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടി, ഒരു ചെറുപ്പക്കാരന്റെ ജീവന് വേണ്ടി 10 രൂപ ഉണ്ടാവും. 10 രൂപ ബക്കറ്റ് കളക്ഷൻ പൂർത്തീകരിച്ചു. നന്ദി പറഞ്ഞ് നമ്മൾ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മളെ കർമ്മ റോഡിലേക്ക് നീങ്ങാണ്. 5 മിനിറ്റ്. നന്ദി പറഞ്ഞേ. മതി. ഈ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ഓഫീസിന്റെ ഉദ്ഘാടനം ഉണ്ട്. അത് ഇവിടെ നന്ദി പറയും. പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി പറയാൻ വേണ്ടി ആരാണ് വിളിക്കണേ? നൗഷാദ് നന്ദി പറയാൻ. നന്ദി പറയും. അല്ല നൗഷാദ് നന്നായി പറയും. മണികണ്ഠ നന്ദി പറയും. എല്ലാവരും ഒന്ന് നല്ല ഉഷാറായി നന്ദി പറയും. നൗഷാദും അതേപോലെ തന്നെ മണികണ്ഠനും ഇതിന് നന്ദി പറയും. രണ്ടാളും നന്ദി പറയും. അല്ല പറയും. നിങ്ങളെയും പഠിച്ചില്ല ചേട്ടാ. നിങ്ങൾ നോക്കി, നിങ്ങൾ മെമ്പർമാരെ അന്ന് അറിയാതെ കൊണ്ടുവരണം. കാലടി പഞ്ചായത്തിന്റെ മെമ്പർമാരും നേതാക്കളും കൊണ്ടുവരണം കേട്ടാ. നിങ്ങളെല്ലാരും കൂടി നിങ്ങൾ അസ്ലമിനോടൊക്കെ ഒന്ന് പറയും കേട്ടാ. നൗഷാദെ 2 വാക്ക് നൗഷാദ് പറയും. നൗഷാദെ ലൈവിൽ 2 വാക്ക് പറയും. നൗഷാദ് അവിടെ. നൗഷാദ് എത്രയും പെട്ടെന്ന് ഇവിടെ വരാം. നൗഷാദ് എവിടെ? ഓന് ഫുള്ള് പണി മാത്രമാണ്. കമ്മിറ്റിക്ക് വേണ്ടി നടന്ന് പണിയെടുക്കുക. വോയിസ് വിടുക, ലെറ്റർ എഴുതി വിടുക.
ഇങ്ങനത്തെ ഒരു കൂട്ടുകാരെ ഞാൻ വളരെ കുറച്ച് ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. നൗഷാദ് എവിടെ? പറ്റാവുന്ന ആളുകൾ ഇപ്പോ ഏറ്റെടുത്തവര് രസീത് ബുക്ക് വാങ്ങിട്ട് പോണേ, പറ്റാത്തവരും വാങ്ങി പോയിക്കോളെ. ഈ കൂട്ടായ്മയിൽ ചേരാൻ പറ്റില്ല എന്ന് തോന്നിയ ഒരു രസീത് ബുക്ക് ഒന്ന് വാങ്ങി പോയിക്കോളെ. നിങ്ങൾക്ക് വരുമ്പോ ഒരു ചലഞ്ച് 2 ചലഞ്ച് പൂർത്തീകരിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വരാം അല്ലെ. ഞാനിതിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷെ ഞാൻ രസീത് ബുക്ക് വാങ്ങി പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവണം എടുത്തിട്ട് പോവാം. രസീത് ബുക്ക് ഒന്ന് വാങ്ങി പോകണം. പോകുന്ന മുഴുവൻ ആളുകളും പറ്റുമെങ്കിൽ രസീത് ബുക്ക് ഒന്ന് വാങ്ങി പോകണം. രസീത് ബുക്ക് വാങ്ങി നിങ്ങൾ ഒന്ന് വാങ്ങണം, ഒന്ന് വാങ്ങി പോയിക്കോളെ. ഒരു രസീത് ബുക്ക് പ്ലീസ് ഒന്ന് വാങ്ങിയാൽ മതി. ഈ 4ഉം 5ഉം ഒക്കെ എടുത്ത ആളുകൾ രസീറ്റ് ബുക്ക് വാങ്ങി പോണം. എവിടെ നൗഷാദ്? അവിടെ നൗഷാദ് എവിടെ? നൗഷാദ് ഇത് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ബുക്ക് വാങ്ങി പോയിക്കോളെ. കൗൺസിലർ എന്തേ?